Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Good morning once again. Morning, ma'am. Good morning, ma'am. Okay. Morning. Yeah. Okay. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good Okay. Yeah. Okay. Morning. Okay. Morning പറഞ്ഞു കേട്ടോ. Morning. Okay. Yeah. Okay. Yeah, it's okay, Lakshmi. Okay, it's okay. No. Okay. എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരും കൂടെ ഒന്നുകൂടെ once again good morning to all. Okay. Yeah. So എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Have you had your breakfast? കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. സോ അല്ലാത്തവരോടാണ് ചോദിക്കുന്നത് കേട്ടോ. കഴിച്ചു? Yeah. ഓക്കെ, റെഡി ആണല്ലേ? ക്ലാസ് കേൾക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും. ആണോ? Yes, ma'am. യെസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈം ആണ് മീറ്റ് ചെയ്യുന്നത്. ആണോ? അല്ലെ? അതെ. Yes. യെസ്. ഓക്കെ, അപ്പോ Your name, ma'am? പറയാം. ഇൻട്രൊഡ്യൂസ് ചെയ്യണം എനിക്ക് അല്ലേ? ചെയ്യാം. Okay, yeah, first of all, I introduce myself. I'm Ashwati. Okay, Ashwati എന്നാണ് ട്ടോ പേര്. Yeah, okay. So, ഏതൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്? MT1, 2, 3, 4 എല്ലാവരും ഉണ്ടോ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, yeah. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? നിങ്ങളുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. എല്ലാവരെയും എനിക്ക് എല്ലാവരും അറിയില്ല, പക്ഷെ നിങ്ങളുടെ ബാച്ച് എനിക്ക് അറിയാം കേട്ടോ. ബാച്ചിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആരെയും പേഴ്സണൽ ആയിട്ടൊന്നും അറിയില്ല. നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ? എന്നെ കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? എപ്പോഴെങ്കിലും ക്ലാസ്സിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇല്ല. മാം വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല. സ്മാർട്ട്ശ്രീയുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ആണോ? ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. 4 വരെ MT4 വരെ എടുക്കുന്നില്ല. അതിനുശേഷമുള്ള ബാച്ചിലൊക്കെ ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജോബ് സാറാണ്. എന്റെ സാറിന്റെ ക്ലാസ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? Super. Yeah, ma'am. Very nice class. ഓക്കെ, പിന്നെ എന്താണ്? എന്തെങ്കിലും വിശേഷങ്ങൾ? കുറച്ചു നേരം സംസാരിച്ച് ക്ലാസ്സിലേക്ക് പോയാൽ മതിയോ? ഓക്കെ ആണെല്ലാവരും? കൂൾ ആൻഡ് റിലാക്സ്ഡ് ആണോ? ആണ്. സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. Yes, ma'am. ഓക്കെ ആണ്, എല്ലാവരും ഓക്കെ ആണ്. ഓക്കെ, സോ പിന്നെന്താണ്? ഞാൻ പറയുന്നതെല്ലാം ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ക്ലിയർ Yes, clear. ആണ്? ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? Yes. Sure, ma'am. ഷുവർ. അപ്പോ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം അല്ലെ? ഇംഗ്ലീഷ് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. സാറൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ബിഗിനേഴ്സ് ആദ്യം നമ്മള് മോണ്ടിസോറി കോഴ്സിലൊക്കെ വരുമ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് പേരുണ്ട് അല്ലെ? ഒരുപാട് പേര് ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം അല്ലെ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട്, ബിഗിനേഴ്സ് ഉണ്ട്, അറിയാവുന്നവരുണ്ട്. എല്ലാവരും ആണ്. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ഏകദേശം ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാം അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം അറിയാലോ? എല്ലാവർക്കും അറിയില്ലേ? കോഴ്സ് ചേരുന്ന ടൈമിൽ ഉള്ള പോലെയാണോ ഇപ്പോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോ? ഇല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ധൈര്യമുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. ഓക്കെ,
ലാംഗ്വേജ് ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് അറ്റാച്ച്ഡ് ആയാലും അല്ലെ? എല്ലാവരും ആയോ? ഇല്ലേ? Yes, ma'am. അറ്റാച്ച്ഡ്. ഓക്കെ. സംസാരിക്കാൻ ബോറിംഗ് തോന്നുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? എന്ത് സംസാരമാണെന്ന് തോന്നുന്നുണ്ടോ? No, very interesting. ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ. അപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാവർക്കും അറിയാം. ഒരു വാക്ക് കണ്ടാൽ നമുക്കത് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, അല്ലെ? എല്ലാം അറിയാം. പക്ഷേ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് അറിയില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ആണോ? അതെ. ആണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതെ, അതാണ് പ്രോബ്ലം. എല്ലാവർക്കും ഉണ്ട്. ഈവൺ എനിക്ക് പോലും ഉണ്ടാകാം ചില സമയങ്ങളിൽ കറക്റ്റ് എങ്ങനെയാണ് ഇത് പ്രൊണൗൺസ് ചെയ്യുക എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇംഗ്ലീഷ് എല്ലാം പഠിച്ചു. നമ്മള് ഫസ്റ്റ് റീഡിങ്സ് പറയുകയാണെങ്കിൽ ആൽഫബറ്റ്സ് എല്ലാം പഠിച്ചു, വവൽസ് എല്ലാം അറിയാം, എല്ലാം അറിയാം. ഇംഗ്ലീഷിൽ എല്ലാം അറിയാം. ഒരു സെന്റൻസ് എഴുതാനും വേർഡ്സ് എഴുതാനും ഒക്കെ അറിയാം. പക്ഷേ പ്രൊണൗൺസിയേഷൻ ആണ് ബുദ്ധിമുട്ട്. സോ അത് പഠിക്കേണ്ടത് നമുക്ക്, അല്ലെ? പഠിക്കണം, കുറച്ച് നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്ത് നമ്മൾ പറയില്ലേ, പുറത്ത് ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്, അല്ലേ? കറക്റ്റ് നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകും അവർ സംസാരിക്കുന്നത്. അതെല്ലാവരും എന്താണ് പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് എന്ന് പഠിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നതല്ല, അല്ലെ? ഹാർഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഒരു ലാംഗ്വേജ് എത്രയോ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവരത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതിനു ശേഷം കിട്ടിയ ഒരു എന്താണ് ബെനിഫിറ്റ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ അതേപോലെ തന്നെയാണ് എനിക്കിതും പറയാനുള്ളത്. പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കേണ്ട ഒന്നാണ്. ഓക്കെ, മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോണിക്സ് ആണ് എടുക്കുന്നത്. സോ നമുക്ക് സൗണ്ട്സ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ പറയേണ്ടത്. പക്ഷെ ഓൺലൈൻ ആയതുകൊണ്ട് അറിയാലോ, സൗണ്ട്സ് ഞാൻ പറയുന്ന സൗണ്ട്സ് നിങ്ങൾ എങ്ങനെ കേൾക്കുമെന്നും എനിക്ക് അറിയില്ല. കാരണം എല്ലാവർക്കും കറക്റ്റ് റേഞ്ച് ഉണ്ടാവണമെന്നും അറിയില്ലല്ലോ. ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. സോ ചിലപ്പോ ബ്രേക്ക് ആയിട്ടായിരിക്കും കേൾക്കുക. അതുകൊണ്ട് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണ്, ശരിയാണ്. അതെ. പ്രത്യേകിച്ച് ഫോണിക്സ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെയല്ല. നമുക്ക് ഓഫ്ലൈൻ ആണ് കുറച്ചുകൂടെ നല്ലത് പഠിക്കാൻ. കാരണം നമുക്കത് എഴുതണം, എഴുതി പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ്. ഇതൊക്കെ എനിക്ക് എല്ലാവരും ഇപ്പോ നിങ്ങൾ എല്ലാവരെയും കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. മാക്സിമം ഞാൻ നോക്കാം. മാക്സിമം. ഓക്കെ, മാക്സിമം നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും പേര് വിളിച്ച് ചിലപ്പോ പറയുന്നില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ സംസാരിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ മാം ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു വരാം. ഓക്കെ, ഞാൻ പറയാം. അപ്പോ ടൈമിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ എത്ര ടൈം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം, നിങ്ങൾ റെഡി ആണെങ്കിൽ. ഓക്കെ, മാക്സിമം ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. മാക്സിമം. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ടീച്ചർ ഓക്കെ ആണോ ക്ലാസ് എടുക്കാൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ നിങ്ങള്? Yes, ma'am. യെസ്. ഓക്കെ, എല്ലാവരും ആക്റ്റീവ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, സോ മൂവിങ് ഓൺ. our new chapter എന്താ പറയുക? കോൺടെക്സ്റ്റ് ആണ്. ആർക്കെങ്കിലും അറിയോ? കോൺടെക്സ്റ്റ് അറിയോ? കുറച്ചെങ്കിലും അറിയുന്നവരുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. ഉണ്ടോ? ഗ്രാജുവേഷൻ ടൈമിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു ഫോണിക്സ് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വലിയ ഓർമ്മയില്ല. ഓർമ്മയില്ല. ശരിയാ. മിക്കവർക്കും ഗ്രാജുവേഷൻ ടൈമില് കോൺടെക്സ്റ്റ് ഉണ്ടാകാം. ഇംഗ്ലീഷ് ആണ് എടുത്തെങ്കിൽ ഉണ്ടാകാം. ഇംഗ്ലീഷ് ആയിരുന്നു മനുഷ്യരാ. ഇംഗ്ലീഷ് അല്ലായിരുന്നു മിസ്സേ. പക്ഷെ ഞാൻ ആർട്സ് ആയിരുന്നു, BA ആയിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇംഗ്ലീഷിന് ഒരു പേപ്പർ ഉണ്ടായിരുന്നു ഫോണിക്സ് എന്ന് പറഞ്ഞ. സെക്കൻഡ് സെമ്മിലോ തേർഡ് സെമ്മിലോ ഉണ്ടായിരുന്നു. ആ ടൈമിൽ പിന്നെ നമുക്കത് ആവശ്യമില്ലല്ലോ. ഇല്ല മിസ്, അതവിടെ കഴിഞ്ഞു. അതെ, പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല. അതാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. അന്നൊക്കെ എക്സാമിന് വേണ്ടി പഠിക്കുകയല്ലേ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമുക്ക് ആവശ്യമായിട്ട് പഠിക്കുന്നതാണ്. അന്നെങ്കിലും ഒന്ന് പാസ്സായി പോയാൽ മതി എന്നാണ്. അതിനു വേണ്ടി പഠിക്കും, അത്രയേ ഉള്ളൂ. എല്ലാവരും എങ്ങനെയാണ്, ഞാൻ ഉൾപ്പെടെ എങ്ങനെയൊക്കെയാണ്. എക്സാമിൽ ഒന്ന് പാസ് ആവണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ അറിയാലേ? കുറച്ച് പേർക്ക് അറിയാം എന്ന് പറഞ്ഞു. സ്റ്റഡി ഓഫ് സൗണ്ട്സ് ആണെന്ന് അറിയാം, വേറെ ഒന്നും അറിയില്ല. സൗണ്ട്സ് ആണ് മെയിൻ ആയിട്ട്. സൗണ്ട്സ് ആണ്. സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് എന്ന് പറയും. ഫോണിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സൗണ്ട് ആണ് മെയിൻ ആയിട്ട്.
മാക്സിമം പറയാൻ നോക്കാം കേട്ടോ. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരെയൊക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, പറയാം. ഓക്കെ, കാരണം നമ്മൾ ഇതുവരെ ഇംഗ്ലീഷ് അങ്ങനെ പ്രൊണൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ചിരി വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാട്ടോ. എന്താണ് ഫോണിറ്റിക്സ് എന്താണ് ജസ്റ്റ് നമുക്ക് നോക്കാം. Phonetics is the branch of linguistics that deals with the study of speech, sound, their pronunciation, combination, description, and representation by written symbols. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് എന്താണ്? സൗണ്ട്സ് ആണ്, പ്രൊഡക്ഷൻ എങ്ങനെയാണ് നമ്മളത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓക്കെ, അതിന്റെ കോമ്പിനേഷൻസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെയ്യേണ്ടേ, എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ഓക്കെ, എല്ലാത്തിനും കൂടെ നമ്മൾ ഒരു സിമ്പിൾ എന്നാ പറയാം. ഓക്കെ, സിമ്പിൾസ് ആണ്. സൗണ്ട്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ എന്താണ്? It deals with the study of പറഞ്ഞ പോലെ തന്നെയാണ്, പ്രൊഡക്ഷൻ ആണ്, ട്രാൻസ്മിഷൻ ആൻഡ് റിസെപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. സൗണ്ട്സ് ആണ് നമ്മള് പ്രത്യേകിച്ച് എന്താ, നമ്മള് ആൽഫബറ്റ്സ് പഠിക്കുമ്പോ പറയുന്ന എങ്ങനെയാ? ABCD EFG അല്ലെ, എന്നൊക്കെ നമ്മള് പറയുന്നതാണ്, കോമൺ ആയിട്ട് പറയാം. അതിൽ പ്രത്യേകിച്ച് നമ്മള് എങ്ങും സ്ട്രെസ് കൊടുക്കുന്നില്ല. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, പറയാൻ പറ്റും. ABCDEFG സ്ട്രെസ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ അല്ലെ. നമ്മുടെ ടങ് എവിടെയും പോയി ടച്ച് ചെയ്യുന്നൊന്നുമില്ല, എങ്ങും സ്ട്രെസ് ഇല്ല. നമ്മൾ എന്താണ് ഈസി ആയിട്ട് ഇത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഫോണിറ്റിക്സ് അങ്ങനെയല്ല, ചില സ്ഥലത്ത് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടി വരും അല്ലെ. സ്ട്രെസ് ചെയ്യേണ്ട സ്ഥലത്ത് സ്ട്രെസ് ചെയ്യണം, കുറച്ച് ലോങ് വെബൽസ് ഉണ്ടാകാം, കുറച്ച് ലോങ് സിമ്പിൾസ് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ സ്ട്രെസ് വരും. മാക്സിമം സ്ട്രെസ് വരുമ്പോഴാണ് നമുക്ക് ഓരോ സൗണ്ട്സ് എങ്ങനെയാണ് അറിയാതെ. നിങ്ങൾക്ക് ഇപ്പോ നമ്മള് BBC കാണുമ്പോൾ അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് അറിയാതെ. നമ്മൾ പറയുന്ന പോലെയാണോ? ഒരിക്കലും അല്ല അല്ലെ. അത് കറക്റ്റ് അവർക്ക് ഫോണിറ്റിക്സ് അറിയാവുന്നതാണ്. പക്ഷെ അറിയാവുന്ന മീൻസ് അവരത് നേറ്റീവ് സ്പീക്കേഴ്സ് ആയതുകൊണ്ടാണ് മെയിൻ ആയിട്ട്. കാരണം അവര് കേട്ട് വളർന്നത് അങ്ങനെയാണ് അല്ലെ, അതുകൊണ്ട് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ശരിക്കും അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, സോ പിന്നെന്താണ് നമുക്ക് ആൽഫബറ്റ്സ്. ഹൗ മെനി ആൽഫബറ്റ്സ് ആർ ഇൻ ഇംഗ്ലീഷ്? ആൽഫബറ്റ്സ് ഉണ്ട് ഇംഗ്ലീഷിലാണ് 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതിൽ എത്ര വവൽസ് ഉണ്ട്? 5. യെസ്, 5 വവൽസേ ഉള്ളൂ. അത് ആൽഫബറ്റ്സിലാണ് കേട്ടോ. ആൽഫബറ്റ്സിൽ ആകെ 5 വവൽസേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഫോണിറ്റിക്സില് അല്ലെ, ഫോണിറ്റിക്സില് നമുക്ക് എത്ര എന്താണ്, എത്ര സിമ്പിൾസ് ഉണ്ടെന്ന് അറിയോ? ഫോണിറ്റിക്സില് ആൽഫബറ്റ്, ഇപ്പോ ഇംഗ്ലീഷിൽ നമ്മൾ ആൽഫബറ്റ്സ് എന്നാണ് പറയുന്നത്, ABCD പറയുന്നത് ആൽഫബറ്റ്സ് എന്നാണ് പേര് പറയുന്നത്. പക്ഷെ ഫോണിറ്റിക്സിൽ വരുമ്പോൾ സിമ്പിൾസ് ആയിട്ട് മാറും കേട്ടോ. സിമ്പിൾസ് എന്നാ പറയാം. അപ്പോ ഫോണിറ്റിക്സിൽ എത്ര സിമ്പിൾസ് ഉണ്ട്? 44 സിമ്പിൾസ് ഉണ്ട്. ഒരുപാടുണ്ട്. 44. ഇംഗ്ലീഷ് 26 ആണെങ്കിൽ ഫോണിറ്റിക്സിൽ അത് 44 ആണ്. ഓക്കെ, സോ എന്താണ് അതിൽ തന്നെ 44ൽ തന്നെ നമുക്ക് വവൽസ് ഉണ്ട്, കോൺസണൻസ് ഉണ്ട്, രണ്ടും ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ പോലെ തന്നെയാണ്. വവൽസ് 5 വവൽസ് ആണെങ്കിൽ ഇതില് വവൽസ് കൂടുതലാണേ. അപ്പോ ആൽഫബറ്റ്സിൽ വവൽസ് ഉണ്ട്, കോൺസണൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഫോണിറ്റിക്സിലും വവൽസ് ഉണ്ട്, കോൺസണൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, സോ എന്താണ് പിന്നെന്താ? സ്പീച്ച് സൗണ്ട്സിൽ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ സംസാരിക്കുന്ന പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് ആൻഡ് ഇന്ററാക്ഷൻ ഓഫ് ഡിഫറെന്റ് വോക്കൽ ഓർഗൻസ്. ഫോർ എക്സാമ്പിൾ the lips, tongue and teeth to produce particular sounds. നമ്മൾ എല്ലാം യൂസ് ചെയ്യണം അല്ലെ. ചങ്ക് ആണെങ്കിലും ലിപ്സ് ആണെങ്കിലും ടീത്ത് ആണെങ്കിലും നമ്മുടെ ഫോണിറ്റിക്സ് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആൽഫബറ്റ്സ് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാറ്. മനസ്സിലായോ? എല്ലാ ഓർഗൻസും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഫോണിറ്റിക്സ് സിമ്പിൾ പറയുന്നത്. ഓക്കെ, സിമ്പിൾസ് പറയുന്നത് അങ്ങനെയാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പോ ഞാൻ പറഞ്ഞു there are 44 phonitic symbols. So 20 vowel sounds and 24 consonant sounds. അങ്ങനെയാണ് 44 symbols വരുന്നത്. എത്ര vowels ആണ്? 20 vowels and 24 consonants ആണ്. Okay, clear? എല്ലാവരും നോട്ട്ബുക്ക് ഉണ്ടോ? നോട്ട്ബുക്ക് നോട്ട് ചെയ്യുന്നുണ്ടോ? Okay. Yeah.
ഒരു പോയിന്റ് വൈസ് ആയിട്ട് എഴുതിട്ടോ, ഒരുപാട് എസ് പോലെ എഴുതാതെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അത് തന്നെ നോട്ട് എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. കാരണം നിങ്ങളുടെ നോട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം നിങ്ങൾ നോട്ട് എഴുതാം. കാരണം ഇപ്പോ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇംഗ്ലീഷിൽ ഇപ്പൊ നോട്ട് എഴുതി വെച്ചു, ഇപ്പോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത അതേ ഡെഫിനിഷൻ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി. പിന്നീട് ഇപ്പൊ നിങ്ങൾക്കത് ഓക്കെ, മിസ് പറയുന്നത് ഇതാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ, അതുകൊണ്ട് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതാണ്. പക്ഷേ പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, കാരണം ടച്ച് പോയി നിങ്ങൾക്ക് മനസ്സിലാവില്ല. റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും കേട്ടോ, ഉണ്ടാകും. പക്ഷേ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നതിന് നല്ലത് ലൈവ് ക്ലാസ് ആണ് കേട്ടോ. റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും, ഇംഗ്ലീഷ് ആയതുകൊണ്ട് കുറച്ച് ബോറിംഗ് ആയിരിക്കും. നമ്മൾ കൂടുതൽ ഇന്ററാക്റ്റീവ് ആണ്, കുറച്ച് ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പോ കാണുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഓക്കെ, നമുക്ക് അത്രയും ക്ഷമ ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, Phonetics is 44 symbols in 20 vowels and 24 sound. Consonants sound. Ma'am, it's not clear, ma'am. ഞാൻ പറഞ്ഞുതരാം, ഞാൻ എല്ലാം ക്ലിയർ ചെയ്തതാ, പറയട്ടെ. ഓക്കെ, അപ്പോ ഞാൻ നോട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രം നോട്ട് ചെയ്താൽ, അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മംഗ്ലീഷ് ആയിക്കോട്ടെ, എന്താണെങ്കിൽ പോലും ഫോണിറ്റിക്സ് എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ ആ രീതിയിൽ വേണം നോട്ട് എഴുതാൻ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ പറഞ്ഞു വന്നത് ഇംഗ്ലീഷ് ഫോണിറ്റിക്സില് 44 സിമ്പിൾസ് ആണുള്ളത്. ഓക്കെ, 44 സിമ്പിൾസ് ആൻഡ് അതിൽ തന്നെ 20 vowels and 24 consonants. Okay, CONSONAT. അതായത് നമ്മുടെ മലയാളത്തിൽ പറയുന്ന വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളില്ലേ, അത് തന്നെയാണ് നമ്മുടെ എവിടെയും പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, അപ്പൊ ഇത്രയും കാര്യം എഴുതി വെക്കും. എത്ര സിമ്പിൾസ് ഉണ്ട്, അത് വവൽസ് ഏതൊക്കെയാണ്, കോൺസണൻസ് ഏതൊക്കെയാണ്, എത്ര ഉണ്ടെന്ന് എഴുതി വെക്കാം. ഇതുവരെയും കംപ്ലീറ്റ് ആയെങ്കിൽ പറയൂ. ക്ലാസ്സിലെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും പറയണം കേട്ടോ. നോട്ട് എഴുതാൻ പറ്റുന്നില്ല, സ്പീഡ് കൂടുതൽ മിസ് ചെയ്തതാണെങ്കിൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്തിരി കാര്യം എഴുതി. ഇനി അറിയേണ്ടത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു അൺഫോണറ്റിക്കൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, അൺഫോണറ്റിക്കൽ ലാംഗ്വേജ്. നമ്മുടെ മലയാളം അങ്ങനെയല്ല, മലയാളം ഫോണറ്റിക്കൽ ലാംഗ്വേജ് ആണ്. കാരണം നമുക്ക് എഴുതിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും, അല്ലെ? നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്, പൂച്ചാന്ന് എഴുതി, നമ്മൾ പൂച്ചാന്ന് എങ്ങനെയാ വായിക്കാം? അതിൽ പ്രത്യേകിച്ച് സൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, സെയിം ആണ്, അല്ലെ? പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ല, എഴുതിയത് പോലെ അല്ല നമ്മൾ ഇംഗ്ലീഷ് വായിക്കാം, വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പോ BUT ആൻഡ് TUT രണ്ടും. ഓക്കെ, ഞാൻ പറ്റാവുന്ന ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അതല്ലാതെ ഇപ്പോ സ്ക്രീനിൽ അല്ലാതെ പറയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ ടെക്സ്റ്റ് ചെയ്ത് പറയും. ഓക്കെ, ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ചെയ്ത് 2 വാക്കുകളുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താണ്? ബട്ട് ആൻഡ് പുട്ട്. ബട്ട് ആൻഡ് പുട്ട്. എന്തുകൊണ്ട് ബട്ട് ആൻഡ് പട്ട് എന്ന് വായിച്ചില്ല? സെയിം ആണോ? സെയിം സ്പെല്ലിംഗ് അല്ലേ? അല്ലെ? കറക്റ്റ് ആണ്. പക്ഷെ അതെ, നമ്മൾ എഴുതിയ പോലെയല്ലോ വായിച്ചേ. അതാണ് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്താണ്? അൺഫോണറ്റിക്കൽ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ഈസ് ആൻ അൺഫോണറ്റിക്കൽ ലാംഗ്വേജ്. എഴുതിയത് പോലെ വായിക്കാൻ പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ബട്ട് ആൻഡ് പുട്ട്. ഓക്കെ, രണ്ടും നമ്മൾ വായിച്ചു ഒരേ പോലെയല്ല, രണ്ട് ഡിഫറെന്റ് ആയിട്ടാണ് വായിച്ചത്. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ലോ, മലയാളത്തിൽ എഴുതിയത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ വായിക്കാം. ക്ലിയർ? ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇപ്പോ? കുറച്ചെങ്കിലും. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ തന്നെ നമ്മുടെ നമ്മുടെ ആൽഫബറ്റ്സ് എ, അല്ലെ? എ തന്നെ നമ്മൾ പല ടൈപ്പിൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു നോക്കി, ആപ്പിൾ, ആപ്പിൾ എന്ന് പറയും. അബൌട്ട്, ഏജ്, അല്ലേ? നമ്മൾ എ
ഒരേപോലെയാണോ പ്രൊണൗൺസ് ചെയ്തേ? No, ma'am. നോ അല്ല. ഓക്കെ, സോ ഫോണിക്സിൽ തന്നെ നമുക്ക് സ്ട്രെസ്, സിലബിൾ, ഇൻടോണേഷൻ, വോവൽസ്, ഡിഫ്തോങ്സ്, കോൺസണൻസ് ഇതൊക്കെ ഈ ടേമിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അത്രയും കാര്യങ്ങൾ ആധികാരികമായൊന്നും കോണ്ടെക്സ്റ്റ് ഇപ്പൊ പഠിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ബേസിക് മാത്രം, ബിഗിനേഴ്സ് ആണ് ബേസിക് മാത്രം അറിയാം, എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് അറിയാം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ കോണ്ടെക്സ്റ്റിൽ പറയാനുണ്ട്, പക്ഷെ അതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞ കൺഫ്യൂഷൻ വരെയുള്ളൂ. ഓക്കെ, സോ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. സിമ്പിൾ വേണോ ഹാർഡ് വേണോ? എന്താണ്? എല്ലാവർക്കും സിമ്പിൾ ആണ് ഇഷ്ടം അല്ലെ? പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ there are classification of speech sounds. സ്ക്രീനിലോട്ട് നോക്കാം. സൗണ്ട്സ് എത്ര സൗണ്ട്സ് ഉണ്ട്? സൗണ്ട്സ് മീൻസ് സിമ്പിൾ സൗണ്ട് ഇഷ്ടമുണ്ട്. 44 സൗണ്ട്സ് ഉണ്ട്. അതിൽ വോവൽസ് 20 ആൻഡ് കോൺസണൻസ് 24. ഓക്കെ, അതിൽ തന്നെ വോവൽസിൽ തന്നെ പ്യൂർ വോവൽസ് ഉണ്ട്, ഡിഫ്തോങ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? പ്യൂർ വോവൽസിൽ ലോങ് വോവൽസ് ഉണ്ട്, ഷോർട്ട് വോവൽസ് ഉണ്ട്. ഓക്കെ, ഈ ടേബിള് അതായത് ഈ ചാർട്ട് അങ്ങനെ തന്നെ ഒന്ന് നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരച്ചു എഴുതിയേക്കാം. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജില് സ്പെല്ലിങ്ങിനല്ല ഇമ്പോർട്ടൻസ്, എന്തിനാണ്? പ്രൊണൗൺസിയേഷനിലാണ്. ഓക്കെ, സോ ചാർട്ട് നോട്ടില് എഴുതി വെക്കാം. എഴുതി? എല്ലാവരും എഴുതിയോ? No, ma'am. ഓക്കെ, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞല്ലോ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, so now let's discuss about the classification of speech sounds. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ തന്നെ ഒരു 5 ബബിൾസ് എന്ന് പറഞ്ഞു. ഈ 5 ബബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൗത്തില് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാതെയാണ്. ഏതൊക്കെയാണ് 5 ബബിൾസ്? ആൽഫബറ്റ്സിൽ സിമ്പിൾ ആണല്ലേ? എ ഐ ഒ യു. ആഹാ, എവിടെയെങ്കിലും എന്തെങ്കിലും വ്യത്യാസം വന്നോ മൗത്തില്? ശ്രദ്ധിച്ചു നോക്കേ. നോ ചേഞ്ചസ് അല്ലേ? എ ഇ ഐ ഒ യു. ആ, അത് സിമ്പിളാ, പറഞ്ഞു കഴിഞ്ഞു. ഈ വൊവൽസിൽ നിന്നാണ്, ഈ 5 വൊവൽസിൽ നിന്നാണ് കോണ്ടെക്സ്റ്റില് 20 വൊവൽസ് വന്നത്. മനസ്സിലായോ? ആൽഫബറ്റ്സിലെ ഈ 5 വൊവൽസിൽ നിന്നാണ് ഈ 20 വൊവൽസ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ 5 വൊവൽസ് പറഞ്ഞത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിലെ 20 വൊവൽസ് പറയുമ്പോൾ കുറച്ച് നമുക്ക് മൗത്തിൽ കുറച്ച് ചേഞ്ചസ് വരും, സ്ട്രെസ് ചെയ്യേണ്ടത് വരും. ഓക്കെ, ഇത്രയും മാറ്റങ്ങളാണ് കോണ്ടെക്സ്റ്റും ഇംഗ്ലീഷ് ആൽഫബറ്റ്സും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ? ക്ലിയർ അല്ലേ? Yes, ma'am. Clear. Okay, so there are 20 vowels, 20 vowel sounds in English. English means context. Among that, 12 are pure vowels and 8 are diphthongs. Okay, in 12 pure vowels, 5 are long vowels and 7 are short vowels. Okay, if pure vowels is നമ്മള് monophthongs കൂടി പറയുന്നുണ്ട്. diphthong ആണെങ്കിൽ pure vowels monophthong എന്ന് കൂടി പറയും. monophthong. Okay, yeah, monophthong കൂടി പറയും. അല്ലെങ്കിൽ pure vowel എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്റെ വേർഡ് ഇനി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
മാം ഒന്നുകൂടി പറയോ ഇപ്പൊ പറഞ്ഞത്? സൗണ്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ? മൊണോഫ്തോൺ എന്ന് പറയും, മൊണോഫ്തോൺ. അതാണോ? അതൊന്നുകൂടി പറഞ്ഞുതരുത്. ഞാൻ ഫുൾ എന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാണോ വേണ്ടത്? മനസ്സിലായില്ലല്ലോ. മൊണോഫ്തോൺ മാത്രമാണോ? പ്യുവർ വവലിന് വേറെ പേരല്ലേ? എന്തോ പ്യുവർ വവൽസിന് വേറെ നെയിമില്ലേ? വേറെ പേര് മൊണോഫ്തോൺ ആണ്. MONO മൊണോ MONO PHTHONG മൊണോഫ്തോൺ MONO PHTHONG. ടീച്ചർ എന്താ വോയിസ് ഭയങ്കര എക്കോ അടിക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ഡബിൾ വോയിസ് ആയിട്ട് കേൾക്കുകയാണ്. എക്കോ ഉണ്ടോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? യെസ് മിസ്. ക്ലാസ്സിൽ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും മ്യൂട്ട് ചെയ്യാട്ടോ. എല്ലാവരും മ്യൂട്ട് ആണല്ലോ. ഇപ്പൊ ഓക്കെയാണോ? മാം, ഈ മോണോഫ്തോങ് എന്ന് പറയുന്നത് പ്യൂർ വവൽസിന്റെ വേറൊരു പേരാണോ? അതെ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ. Vowelsനെ കുറിച്ച് പറയുന്നതാണ്. Vowels are sounds during the production of which air escapes through the mouth freely and continuously without any audible friction. Okay. There are 20 vowel sounds in English. Among that, 12 are pure vowels and 8 are diphthongs. In 12 pure vowels, 5 are long vowels and 7 are short vowels. ഇത് ഞാൻ ആ ചാർട്ട് ഒന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ചാർട്ട് നോക്കിയാലും മതി, ഇന്ന് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണ്ട, ചാർട്ട് നോക്കുന്നതാണ് ഏറ്റവും സിമ്പിൾ. ഓക്കെ, വവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മൗത്തിൽ എയർ എന്താണ്? എസ്കേപ്പ്, പുറത്തോട്ട് വരുന്ന പറയുന്നത്. കുറച്ച് ഫ്രീ ആയിട്ട്, കുറച്ച് കണ്ടിന്യൂസ്ലി ആയിട്ട്, ഈസി ആയിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ഒരു അങ്ങനെയധികം ഫിക്ഷൻസോ കാര്യങ്ങളോ ഇല്ലാതെ വരും എന്നാണ് ഇവിടെ വവൽസിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെയാണ് diphthongs, sounds during the production of which the tongue starts in the position of a particular vowel and moves in the direction of another vowel. Sound കുറവാണ്. മാം എക്കോ പോലെ കേൾക്കുന്നുണ്ട്. അവിടെ മൈക്ക് ഉണ്ടോ? മൈക്കിലാണോ സംസാരിക്കുന്നത്? ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാം, അതുകൊണ്ടാണ് ഒരു എക്കോ കേൾക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ? മാം ഇപ്പോഴും അങ്ങനെ തന്നെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഹലോ, എക്കോ ഉണ്ടോ? ഇപ്പൊ ഇല്ല.
ഓക്കെ ക്ലിയർ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ട് മാം. ക്ലിയർ ആണ്. ഓക്കെ. ഇടയ്ക്കൊന്ന് ചിലപ്പോ നിങ്ങൾ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യണോ? ചിലപ്പോൾ മേ ബി ചിലപ്പോൾ അതായിരിക്കാം. മേ ബി. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡിപ്തോങ്സ് ആണ് അല്ലെ? ഡിപ്തോങ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ വവൽസ് എന്താണെന്ന് മനസ്സിലായി. ഏകദേശം ഒരു ഐഡിയ മാത്രം കിട്ടാം. ലെറ്റേഴ്സും സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അത് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണെന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം എന്താണ് വവൽസ് ആൻഡ് എന്താണ് ഡിപ്തോങ്സ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഡിപ്തോങ്സ് എന്താണ്? Sounds during the production of which the tongue starts in the position of a particular vowel and moves in the direction of another vowel. Okay, while alternately a diphthong, the position of our tongue starts in a position and it glides to another position. 8 diphthongs are there. അതായത് diphthongs എന്ന് പറയുന്നത് നമ്മൾ ഒരു വോവലിൽ നിന്ന് മറ്റൊരു വോവലിലേക്ക് നമ്മൾ അറിയാതെ ഗ്ലൈഡ് ആയി പോകുന്നു. നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരു വോവലിൽ നിന്ന് മറ്റൊരു വോവലിലേക്ക് പോകുന്നു. അതിനെയാണ് diphthongs എന്ന് പറയുന്നത്. വോവൽസ് ഒരു സിമ്പിളിൽ ഉള്ളെങ്കിൽ diphthongസിൽ 2 സിമ്പിൾസ് വരും. ഒരു സിമ്പിളിൽ നിന്ന് അടുത്ത സിമ്പിളിലേക്ക് നമ്മൾ പോകും. അതാണ് ഡിപ്തോങ്സ്. ഇത് വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ 44 സിമ്പിൾസ് ഉണ്ട് അല്ലെ? ഫോണിക്സിലെ 44 സിമ്പിൾസ് ആണ് നിങ്ങൾ ഇപ്പോ കാണുന്ന സ്ക്രീനിൽ കാണുന്നത്. 44 സിമ്പിൾസ് ആണ്. ഓക്കെ, ഇതില് മിക്സ്ഡ് ആണ് കേട്ടോ. ഇതില് കോൺസണൻസ് ഉണ്ട്, അതിൽ വവൽസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഫോണിക് സിമ്പിൾ. ഓക്കെ, ആരും എഴുതിയെടുക്കണ്ട, ഞാൻ പറയാം. ഒന്നും എഴുതിയെടുക്കണ്ട കേട്ടോ, കേട്ടിരിക്കുക. ഒന്നും എഴുതിയെടുക്കണ്ട, എഴുതാൻ പറയാം ഞാൻ. അപ്പൊ മാത്രം എഴുതിയെടുക്കാം. മാം ഇത് കുറച്ച് പിക്ചേഴ്സ് ആണല്ലോ, അതാണോ എന്തോ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്? ഓക്കെ, ഇപ്പൊ ശരിയായി. ഇതൊക്കെ ലെറ്റേഴ്സ് ആണ്. എനിക്ക് നമ്മുടെ സ്ക്രീനിൽ അത് എഴുതി കാണിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ലെറ്റേഴ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ശരിക്കും എഴുതി പഠിക്കേണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞ ഓൺലൈനിൽ ഇത് അത്രയും പോസിബിൾ അല്ല. അത് നമ്മൾ ശരിക്കും എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടത് എനിക്ക് കാണിച്ചൊക്കെ തരേണ്ടി വരും. എന്നാലാണ് അത് പഠിക്കുക. മാക്സിമം നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ രീതിയിൽ മാക്സിമം കോപ്പി ചെയ്ത് എഴുതി ഒന്നും പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഫോണിക് സിമ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓരോന്നും സൗണ്ട് എല്ലാവർക്കും സൗണ്ട് ക്ലിയർ ആണോ? കുറച്ചും കൂടെ സൗണ്ട് പറഞ്ഞോ. അത്യാവശ്യം സൗണ്ടിലാണ് പറയുന്നത്. ക്ലിയർ? എത്ര പേർക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞേ. സൗണ്ട് ഉണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് പറയൂ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഒന്ന് ഫേസ് കുറച്ചും കൂടി സ്ക്രീനിന്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുറച്ച് ആയിട്ടിരുന്നാൽ ആണോ? പക്ഷെ ഞാൻ കറക്റ്റ് ആണ് കേട്ടോ. പൊസിഷൻ കറക്റ്റ് ആണ്. ഇത്രയേ ഉള്ളൂ ഇവിടെ സ്പേസ്. ഇടയ്ക്ക് ബാക്കിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇത്തിരി കറക്റ്റ് ആണ്. ഇരിക്കുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് പറയൂ, ക്ലിയർ ആണോ? Clear ആണ് മാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? So far okay മാം. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ ഡിപ്തോങ്സിന്റെ സിമ്പിൾസ് എല്ലാവരും കണ്ടല്ലോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓക്കെ, അറബിക്ക് കാണുന്ന പോലെ ഉണ്ട്. അതെ, അറബിക്ക് പല ലാംഗ്വേജ് ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും അല്ലേ? ഓക്കെ, പക്ഷെ പഠിച്ചാൽ എളുപ്പമാണ് കേട്ടോ. പഠിക്കണം. ഇത് പഠിക്കേണ്ട ഒന്നാണ്. പഠിക്കാൻ മീൻസ് പറഞ്ഞു പഠിക്കണം. എഴുതി പഠിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്ക് സൗണ്ട് കുറവാണെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ ഒച്ച ഉണ്ടാക്കൂല കേട്ടോ. ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പുറത്തെ ആൾക്കാരൊക്കെ കേൾക്കാത്ത സൗണ്ട്. അത്രയും സൗണ്ട് ഉണ്ട് ഇപ്പൊ. ഇതിൽ കൂടുതൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കാനാ. ഓക്കെ, ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമേ ലക്ഷ്യമുള്ളോ? ഒരാൾക്ക് മാത്രം ഉള്ളെങ്കിൽ ഒന്ന് റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ ചോദിക്കുന്നില്ല, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ക്ലിയർ ആണ്. നല്ലപോലെ കേൾക്കുന്നില്ല. സൗണ്ട് കേൾക്കാൻ പറ്റാം. ഇതെന്താ, ഞാൻ എന്താ ചെയ്യണ്ടേ? കുറച്ചൊക്കെ കേൾക്കാം, കുറച്ചൊക്കെ കേൾക്കുന്നില്ല. ഒന്ന് അങ്ങോട്ടും കിടക്കൊന്ന് മാറി നോക്കി. നിങ്ങള് റേഞ്ച് ഒന്ന് നോക്കി. ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് കയറി നോക്കി. ഓക്കെ, ലീവ് ചെയ്ത് കയറി നോക്കൂ കേട്ടോ. പെട്ടെന്ന് ലീവ് ചെയ്യാം, അത് ജോയിൻ ചെയ്യാം. സൗണ്ട് കേൾക്കാം, ക്ലിയർ ആണ്. ഓക്കെ,
ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോ ഫോണ്ടിക്സ് സിമ്പിൾസ് 44 ഫോണ്ടിക്സ് സിമ്പിൾസ് ആണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവാൻ ചാൻസ് വളരെ കുറവാണ്. റെഡി ആയി. അപ്പൊ നിങ്ങൾ റേഞ്ച് നോക്കാം. നിങ്ങളുടെ പ്രശ്നമാണ്, ഇവിടുത്തെ പ്രോബ്ലം അല്ല കേട്ടോ. കണ്ടോ മാറിയപ്പോ ശരിയായി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, റേഞ്ച് നോക്കാം. ഓക്കെ, ഇനി സൗണ്ട് പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കാം. ഇപ്പൊ ക്ലിയർ ആവും. ഓക്കെ, എന്താണ് എന്റെ ഫ്ലോ പോകുന്നുണ്ട് കേട്ടോ. ഇത് 44 ഞാൻ കുറെ പ്രാവശ്യം പറയുന്നത് 44 ഫോണ്ടിക്സ് സിമ്പിൾ ആണ്. ഓക്കെ, കണ്ടിട്ട് പ്രത്യേകിച്ച് ഇതിലൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഐ ഉണ്ട്, ഈ മറിച്ചും തിരിച്ചു കിട്ടുന്നുണ്ട് അല്ലെ, കെ ഉണ്ട്, ഈ ആൽഫബറ്റ്സ് കുറച്ചൊക്കെ ഉണ്ട് അല്ലെ, ഇതൊക്കെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഓന്റെ മോള് കുരിശുണ്ട്. ശരിയാട്ടോ, ശരിയാണല്ലോ. ഓട് മോള് കുരിശ്. ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഓക്കെ, ഇനി എന്താ പറയാ, ഇതില് നമുക്ക് കുറച്ച് വോവൽസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ വോവൽസ് ഉണ്ട്. എത്ര വോവൽസ് ഉണ്ടെന്നാ പറഞ്ഞേ? 20 വോവൽസ് ഉണ്ട്. 20 വോവൽസിൽ തന്നെ എത്രയുണ്ട്? പ്യൂർ വോവൽസ് എത്ര ഉണ്ട് പറയൂ? 12. 12 vowels and 8 different diphthongs ഉണ്ട്. അപ്പൊ വോവൽസ് നമ്മൾ അങ്ങനെയാ പഠിക്കുന്നത് കേട്ടോ. പ്യൂർ വോവൽസ് എന്നും ഡിഫ്തോങ്സ് എന്നാണ് പഠിക്കുന്നത്. അതിൽ പ്യൂർ വോവൽസ് ആണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഇത് ഞാൻ എഴുതിയതാണ്. ഇത് ഒന്ന് നോട്ടിലേക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുമോ നിങ്ങള്? പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് മാക്സിമം എന്തോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ എഴുതാം. പിന്നെ എഴുതോ വട്ടി. അതെ, പിന്നെ എഴുതാം. ഓക്കെ, സ്ക്രീൻഷോട്ട് വെച്ചോളൂ. എന്തായാലും സ്ക്രീൻഷോട്ട് വെക്കൂ. സ്ക്രീൻഷോട്ട് ഇട്ടാ പോരെ. ഓക്കെ, എഴുതണം കേട്ടോ. ഞാൻ എഴുതാൻ പറയും എന്തായാലും. ഇന്നൊരു ക്ലാസ്സിലുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യൂല്ല. പരിപാടി മാറ്റിരിക്കൂ, പഠിക്കണ്ടേ നമുക്ക്. ഇതില് ഫസ്റ്റ് കാണാൻ നമുക്ക് നമ്മുടെ മലയാളത്തിലെ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ പഠിക്കാം. അല്ലാതെ ഇംഗ്ലീഷുകാര് പറയുന്ന പോലെ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് എന്താണ് നമ്മുടെ മംഗ്ലീഷ് അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോ എന്താ നമ്മള് എല്ലാ ഇപ്പൊ മലയാളിക്ക് ഇംഗ്ലീഷ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അതിൽ എന്ത് പറ്റും? നമുക്ക് നമ്മുടെ ആ ഒരു മദർ ടങ് അല്ലെ, മദർ ടങ്ങിന് ഇന്റർഫിയറൻസ് വരും, ഇൻഫ്ലുവൻസ് വരും അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷ് ഒരു അൺഫോണറ്റിക്കൽ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അത് ലെറ്റേഴ്സ് ഡു നോട്ട് കറസ്പോണ്ട് ടു ദ സൗണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഫുഡ് ആൻഡ് ബട്ട്. അത് രണ്ടും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടല്ല അല്ലെ, സ്പെല്ലിങ്ങിന്റെ വയസ്സല്ല നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് മദർ ടങ്, ഞാൻ മദർ ടങ്ങിന്റെ കാര്യവും പറഞ്ഞു, മലയാളം പറഞ്ഞു. നമ്മൾ എഴുതിയ പോലെ നമുക്കത് സംസാരിക്കാൻ പറ്റും അല്ലെ. പക്ഷേ നമ്മള് ഇംഗ്ലീഷ് നമ്മുടെ മദർ ടങ്ങില് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് അല്ലെ. ഇംഗ്ലീഷ് നമുക്കിപ്പോ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് വരുന്നത് അല്ലെ. പക്ഷെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുമ്പോൾ പ്രശ്നം എന്താണ്? നമ്മുടെ മദർ ടങ് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും, ആ ലാംഗ്വേജിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? മലയാളമായിട്ട് കണക്ട് ചെയ്തായിരിക്കും സംസാരിക്കാം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് കുറച്ച് മംഗ്ലീഷ് ആയിട്ട് മാറുന്നത്. ഓക്കെ, പക്ഷെ ശരിക്കും പ്രൊണൗൺസ് ചെയ്യേണ്ട അങ്ങനെയല്ല കേട്ടോ. പുറത്ത് ആൾക്കാർ പറയുന്നത് കൊണ്ട് തന്നെ മാക്സിമം പറയാൻ നോക്കണം. അത് പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് വരുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ നമുക്ക് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നമുക്ക് അവര് പറയുന്ന പോലെ പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. അതെന്തുകൊണ്ടാണ്? നമ്മൾ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എന്തൊരു കാര്യവും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എല്ലാ കാര്യവും സിമ്പിൾ ആണ്. എല്ലാ കാര്യവും എന്തും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് is highly conversed by their mother tongue. So when they pronounce their mother tongue will influence them. ഇതാണ് സംഭവം. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, മദർ ടങ് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ഈ വാക്ക് പറഞ്ഞൊക്കെ ഫാൻ, നമ്മൾ എന്താ പറയാ, ഫാൻ എന്ന് പറയും. അതിൽ നമ്മുടെ മദർ ടങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മലയാളം ഇത്തിരി കുറച്ച് പറയുന്നുണ്ട് നമ്മൾ എല്ലാത്തിലും. ഏതൊരു വേർഡ് എടുത്താലും ഏതൊരു ലെറ്റർ എടുത്താലും നമ്മൾ മലയാളം കറക്റ്റ് ആണ് പറയുന്നത്. കാരണം നമ്മൾ പണ്ട് പഠിച്ചിരുന്ന അങ്ങനെയാണ്
അല്ലെ? കെ എ ക അല്ലെ? ജി എ ഗ. നമ്മള് മലയാളമായിട്ടാ പഠിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ ജി ഒ ഗോ? അങ്ങനെയാണോ പറയണ്ടേ? ശരിക്കും അങ്ങനെയാണോ പറയണ്ടേ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ജി ഒ ഗോ എന്നാണോ പറയാ? ആണോ? ടി എച്ച് ദ എന്നാണോ പറയാ? ടി എച്ച് എ ദ ഡി എന്നൊക്കെയാണോ പറയാ? ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് അങ്ങനെയാണോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അവര് പറയുന്ന ഗോ എങ്ങനെയാണെന്ന്? ആ അല്ല, നമ്മള് പറയുന്ന പോലെ അല്ല. കാരണം നമ്മള് മലയാളം കണ്ടിട്ട് കണക്ട് ചെയ്താ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെയും ഞാൻ ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ മലയാളം വെച്ച് പറയുന്നത്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആന്ന് എഴുതിയിട്ടില്ലേ, അതിന്റെ നേരെ എന്തൊട്ട് ആർമി? ഒന്ന് വായിച്ചു തരുമോ അത്? ആർമി സ്പെല്ലിംഗ് ഒന്ന് പറയൂ. ആ അടുത്തതോ? ആം അല്ലേ മാം? ആം ഉള്ളതോ സ്പെല്ലിങ്? ആർ ആറാണോ അത്? പിന്നെ ആർട്ട്. ഓക്കെ. ആ താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഞാൻ പറയുന്നിടത്ത് എഴുതാണോ? കേട്ടിരിക്കൂ? എഴുതിട്ടില്ല കേട്ടോ. കേട്ടിരിക്കേ. നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം. പതുക്കെ ഫസ്റ്റ് സൗണ്ട്, പ്യൂർ വോവലിൽ ഫസ്റ്റ് സൗണ്ട് നോക്കിയേ. ഇങ്ങനെയാണ് എഴുതിക്കുന്നത് അല്ലെ? ഒരു എ. നമുക്ക് നടുക്ക് ഒരു വരയില്ല എന്നുള്ളൂ, പക്ഷെ ഇത് എ ഒരു മോഡലാണ്. എ നമ്മൾ അതിനെ ഉച്ചരിക്കുന്നത് ആ ആ ആ എന്നാണ്. ആ പറഞ്ഞു നോക്കി. സൺ 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 കണ്ടോ? സൺ ഫൺ. ആ കണ്ടോ? ആ നമ്മുടെ മൗത്ത് അവിടെ അറ്റത്താണ് ഓപ്പൺ ആവും. ആ സമ്മർ സമ്മർ കണ്ടോ? സമ്മർ സ കണ്ടോ? അങ്ങനെയാണ് ആ മാത്രം പ്രൊണൗൺസ് ചെയ്യാം. ആ അതാണ് ഫോക്കസ് ചെയ്യുക. ആ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഞാൻ പറയുന്ന പോലെ കൂടെ ഒന്ന് പറയാം. മൈക്ക് ഓൺ ചെയ്യാണ്ടായാലും പറയാൻ നോക്കാം. ആ ആ ഓക്കെ. സൺ ഫൺ സമ്മർ. ഓക്കെ, ആ കിട്ടിയോ അത്? ആ അതാണ് എന്റെ പ്രൊണൗൺസിയേഷൻ. ആ കിട്ടിയോ? ഓക്കെ, ആ യെസ്. ആ ഇത്രേ ഉള്ളൂ. ആ ഇനി നമ്മുടെ സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എ കഴിഞ്ഞിട്ട് ഒരു കുത്തുണ്ട്. അതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ സൈഡിൽ 2 വരകൾ കണ്ടോ? ഒരു സ്ലാഷ് പോലെ വരകൾ കണ്ടോ? കണ്ടോ? അതിൽ അങ്ങനെയാണ് നമ്മൾ കോൺഫിക്സ് എഴുതേണ്ടത്. അത് ആദ്യം പറഞ്ഞില്ല, ശ്രദ്ധിക്കുക. അതിന് പറയുന്നത് സ്ലാൻഡേർഡ് ലൈൻസ് എന്നാണ്. സ്ലാൻഡേർഡ് ലൈൻസ്. ഞാൻ ടെക്സ്റ്റ് ചെയ്യാതെ. മാം ഈ വര ഞാൻ ഡിക്ഷണറിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തിനാ ഈ വര വരയ്ക്കുന്നേ? സ്ലാൻഡേർഡ് ലൈൻസ് എന്നാണ് പറയാം. സ്ലാൻഡേർഡ് ലൈൻസ് 2 വര, സ്ലാഷ് പോലെ 2 വര. അത് ഫുൾ സ്റ്റോപ്പ് ആണ്. ഈ 2 വര ഫുൾ സ്റ്റോപ്പ് എന്ന് വെച്ച് നമ്മളൊരു വേർഡ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ 2 ലൈൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ താഴെ ഒരു 2 വര വരച്ചിട്ടുണ്ട്. നോക്കിയത് ഫസ്റ്റ് ഒരു ലൈൻ, സെക്കൻഡ് 2 ലൈൻ അടുപ്പിച്ച് വരച്ചു. അത് ഫുൾ സ്റ്റോപ്പ് ആണേ. ഫുൾ സ്റ്റോപ്പ് ആണ്. ഇപ്പൊ നമ്മള് ഒരു സ്റ്റോറി പോലെ ഇത് ശരിക്കും കോൺടെക്സ്റ്റിൽ ഒരു പാരഗ്രാഫ് ഒക്കെ തന്നാൽ നമുക്ക് എഴുതണം. നമ്മൾ എഴുതാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ എഴുതി പോവുകയാണ്. അപ്പൊ എവിടെ സ്റ്റോപ്പ് വരുന്നോ, അതായത് ഒരു വേർഡ് കഴിഞ്ഞ് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 സ്ലാഷില് 2 ലൈൻ അതിടാം. ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് ഒറ്റ ലൈൻ ഇടാം. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? സെന്റൻസ് കംപ്ലീറ്റ് ആകുമ്പോ അവസാനിപ്പിക്കുന്നത് ഒരു ലൈൻ വെച്ചിട്ട്. എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പോ എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ 2 സ്ലാഷ് വരുന്ന രീതിയിൽ വേണം അത് ചെയ്യാൻ. ഒരു സ്റ്റോപ്പ്, ഒരു ചെറിയൊരു സ്റ്റോപ്പ്. പിന്നെ കണ്ടിന്യൂഷൻ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാ പാട്ടില് വരയിട്ടിട്ട് എഴുതിക്കണത് ഇങ്ങനെയാണ്. സരിഗമ പദനിസയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ പാട്ടിന് യൂസ് ചെയ്യണത് ഈ ലൈൻ പോലെ ഇട്ടിട്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ എവിടെ സ്റ്റോപ്പ് ആവുന്നോ അവിടെ ഒരു ലൈൻ ഇടുക, സ്റ്റോപ്പ് ആയെന്ന് അർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് എന്താണ് നമ്മുടെ പ്രൊണൗൺസിയേഷനിലേക്ക് വരാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ആ
നെക്സ്റ്റ് ആ ആ കുറച്ചും കൂടി ലോങ് ആണ്. അത് ലോങ് വെബൽസിൽ പെടുന്ന ഒന്നാണ് കേട്ടോ. കാരണം നമ്മൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് ലോങ് ആയിട്ട് പറയുമ്പോൾ ലോങ് വെബലിൽ പെടുന്നതാണ്. പക്ഷെ ലോങ് വെബൽ ഷോർട്ട് വെബൽ നമ്മൾ പറയുന്നില്ല. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇത് എല്ലാ സൗണ്ട് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഷോർട്ട് വെബൽ എന്ന് പറയുന്നത് പെട്ടെന്ന് അവസാനിക്കും ഇതൊക്കെ ഷോർട്ട് വെബൽസ് ആണ്. പക്ഷെ കുറച്ചുകൂടി നീട്ടി വരുമ്പോൾ ലോങ് വെബൽസ് ആണ്. അങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അതിന് എക്സ്ട്രാ പിന്നെ ഇത് ഷോർട്ട് വെബൽ ഇത് ലോങ് വെബൽ എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ലോങ് വെബൽസ് ആണ്, ഷോർട്ട് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത് ഷോർട്ട് വെബൽസ് ആണ്. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോ നമ്മള് ആമി എന്ന് പറയും. ആമി കണ്ടോ? ആമി കണ്ടോ? വ്യത്യാസം കണ്ടോ? പറഞ്ഞു നോക്കൂട്ടോ. കൂടെ പറയാം, കൂടെ പറഞ്ഞു നോക്കാം. കറക്റ്റ് ആ പ്രൊണൗൺസിയേഷൻ വരണം. കൂടെ പറയാം. അല്ലെ? ആമി കണ്ടോ? വ്യത്യാസം കണ്ടോ? അതേപോലെ തന്നെ ഓക്കെ. അപ്പൊ രണ്ടും കിട്ടി. നെക്സ്റ്റ് എ ആണ്. അത് നമ്മൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ആപ്പിൾ കണ്ടോ? വ്യത്യാസം കണ്ടോ? ആപ്പിൾ നമ്മള് പറയുന്ന പോലെയല്ല ആപ്പിൾ പറയുമ്പോൾ. ആപ്പിൾ എന്താ പറയാ? ഒരു സൗണ്ട്. അതിന് പ്രത്യേകിച്ച് എനിക്ക് മലയാളം എഴുതാൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത് കേട്ടോ. അത് മലയാളം പറയുന്നത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ്. ഒന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കിയേ. മാൻ കണ്ടോ? മാൻ ഒരു എയും ഈയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സൗണ്ട് പോലെയല്ലേ തോന്നുന്നേ? കണ്ടോ? എങ്കോൾ കണ്ടോ? എങ്കോൾ. ബാൻഡ് നമ്മൾ വായിച്ചത് ബാങ്ക് അല്ല, ബാങ്ക് എന്ന് വായിച്ചില്ല, ആങ്കർ എന്ന് വായിച്ചില്ല, മാൻ എന്ന് വായിച്ചില്ല അല്ലെ? കുറച്ചും കൂടെ വ്യത്യാസം വന്നു അല്ലെ? നമ്മള് മാൻ കണ്ടോ? മാൻ, ആപ്പിൾ, ആങ്കർ, ബാൻ, കണ്ടോ? ആ സൗണ്ടാണ് തേർഡ് പ്യൂർ വവലിൽ പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓൺലൈൻ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണേ. എങ്ങനെയാണ് നിങ്ങളത് കേൾക്കാൻ എനിക്ക് അറിയില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഇ ആണ്. ഇ നമ്മുടെ ക്യാപിറ്റൽ ഐ ആണ് കേട്ടോ. അവിടെ ക്യാപിറ്റൽ ഐ ആണ്. ക്യാപിറ്റൽ ഐ എടുത്ത് സ്ലാഷ് ഇട്ടാൽ മതി. ക്യാപിറ്റൽ ഐ. ഓക്കെ, ഇ വെറുതെ ബിറ്റ്, ഡിഫറെന്റ്, പിറ്റ് എന്നൊക്കെ പറയില്ലേ? ഇറ്റ്. ഓക്കെ, ആ ഒരു പ്രൊണൗൺസിയേഷൻ സിമ്പിൾ ആണ്. ബിറ്റ്, ഡിഫറെന്റ്, ബിറ്റ്, പിറ്റ്, ഇറ്റ് എന്നൊക്കെ പറയില്ലേ? സിമ്പിൾ. ഇറ്റ് അത്രയേ ഉള്ളൂ. അത് എളുപ്പമാണ്. പിന്നെ ക്യാപിറ്റൽ ഐ എന്നിട്ട് 2 കുത്ത്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ചെയ്യണോ? ഇതില് ഈ അക്ഷരം എഴുതിയാക്കണം നോക്കി നിങ്ങള്. ഞാൻ പറഞ്ഞ ആപ്പിളിന്റെ അക്ഷരം എഴുതിയാക്കണം നോക്കി എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കൂട്ടോ. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോൺടെക്സ്റ്റിൽ ഞാൻ നേരത്തെ കാണിച്ച 44 സൗണ്ട്സ് ഇല്ലേ, അതിൽ നോക്കി എഴുതിയാലും മതി. ഇത് കണ്ടോ? ഇവിടെ കണ്ടോ? ക്യാറ്റിന്റെ എഴുതിയാൽ കണ്ടോ? ആ ലെറ്റർ ആണ് നമ്മൾ ആപ്പിളിന് പറഞ്ഞത് കാറ്റ്. കണ്ടോ? കാറ്റ് നമ്മൾ പറയുന്ന ആ രീതിക്കാണ് കാറ്റ്, ആപ്പിൾ, ആങ്കർ. ഓക്കെ, അപ്പൊ ഈ ലെറ്റർ ആണ്, ഈ സിമ്പിൾ ആണ് നമ്മൾ എഴുതിയത്. മൂന്നാമത്തത് എഴുതിയോ നിങ്ങൾ എല്ലാവരും? ഇങ്ങനെ എഴുതാം. നമ്മുടെ സ്മോൾ ലെറ്റർ എ ഇല്ലേ അല്ലെ? ആ എയും ഇയും കൂടെ ഒരുമിച്ച് എഴുതുന്നതാണ് ആ ലെറ്റർ വരുന്നത്. അപ്പൊ സൗണ്ട് മനസ്സിലായല്ലോ? എയും ഇ കൂടെ ഒരുമിച്ച് വരുന്നതാണ് എ. നമ്മളത് പ്രൊണൗൺസ് ചെയ്ത് നോക്കാം. ആപ്പിൾ, കണ്ടോ? അങ്ങനെയാണ് വരാം. ഓക്കെ, അപ്പൊ 3 വൊവൽസ് മൂന്നല്ല, ഈ വരെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഈ 2 കുത്ത് വരുന്നുണ്ടോ? ക്യാപിറ്റൽ ഐ ഇട്ടിട്ട് 2 ഡോട്ട് വരുന്നത് ലോങ് വവൽ ആണ്. കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ഇങ്ങനെയാണ്. കണ്ടോ? ഈക്ക് നീട്ടിൽ വന്നുണ്ടോ? അതാണ് ഇ. നമ്മുടെ മലയാളത്തിൽ ഈ പോലെയൊക്കെ തന്നെയാ. ഈറ്റ്, സ്ലീപ്, സ്ലീപ്. ഓക്കെ, കീ എന്നൊക്കെ പറയില്ലേ? അത് തന്നെ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമ്മുടെ അങ്ങനെ തന്നെ എഴുതാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്ത് കാണിച്ചു തരാം. കാരണം ഞാൻ എഴുതിയതും ചിലപ്പോ കറക്റ്റ് കോൺടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടാകാം. ഇതില് അല്ലേ?
ഇവിടെ ഉണ്ട് മോൾ കണ്ടോ ഊ കണ്ടോ ഊ അതേപോലെ എഴുതാട്ടോ ഓ നമ്മുടെ യു പോലെ തന്നെയാണ് പക്ഷെ രണ്ട് പറഞ്ഞൊരു ഒരു കുരുപ്പ് പോലെ ഉണ്ട് അതുപോലെ എഴുതി വെക്കാം ഊ ഓക്കെ യെസ് അത് ഊ ആണ് വെറും ഊ ഓക്കെ ഗുഡ് ഗുഡ് ഓക്കെ ഷുഗർ ഊ ഊ ഉണ്ടെങ്കിലേ ഗുഡ് ഗുഡ് ബുക്ക് ഊ ഊ അതേ ഉള്ളൂ ഊ ഇതാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ ഊ നെക്സ്റ്റ് ഊ ആണ് ഊ കുറച്ചുകൂടെ നമ്മള് കുറച്ച് ലോങ് ആണത് അല്ലെ ഊ അത് ഊട്ടിട്ട് രണ്ട് ഡോട്ട് ഇടാം സ്ലാഷ് ഇടാം സ്ലാഷ് എന്ന് പറയുന്നതാണ് എന്റെ കറക്റ്റ് ലൈൻ ആണ് ചാനൽ ലൈൻ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടി പറ്റുന്ന സ്ലാഷ് എന്ന് പറയുന്നതാണ് ഓക്കെ ഊ ഇനിയാണ് ഫുഡ് എങ്ങനെയാ പറയാ നമ്മള് ഫുഡ് എന്നല്ല പറയാട്ടോ ഫുഡ് ആണ് ഫുഡ് ഫുഡ് മൂൺ ഷൂട്ട് കണ്ടോ ഊവിന്റെ ഒരു നീട്ടിൽ ഇറങ്ങണ്ടോ അതാണ് ഊ ഓക്കെ ഫുഡ് മൂൺ ഷൂട്ട് നമ്മളെല്ലാവരും ഫുഡ് ഫുഡ് എന്നല്ല പറഞ്ഞോണ്ടിരുന്നേ മനസ്സിലായത് ഫുഡ് എന്നാണ് ഫുഡാണോ ശരിക്കും ഇത് അല്ല ഫുഡാണ് ഫുഡ് നമ്മൾ ശ്രദ്ധിച്ചു കേട്ടോ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എല്ലാ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഓക്കെ ഫുഡ് നെക്സ്റ്റ് ഓയാണ് ഓ ഓ ഓ വരുന്നത് ഡി പോലെ ഇങ്ങനെ വളച്ച് എഴുതുക എന്നിട്ട് ഡിയുടെ മോൾ ഒരു കുരുപ്പ് പോലെ വരുത്തുക അങ്ങനെയാണ് ഇത് എഴുതുക നിങ്ങൾ എഴുതുന്നത് എവിടെയെങ്കിലൊക്കെ നോക്കി ഒന്ന് പഠിക്കാട്ടോ കണ്ടോ ഇതുപോലെ തന്നെ ഡി പോലെ വന്നിട്ടാണ് അത് വളച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഡി ഓ ഓ അപ്പൊ ഇനിയെ ഹാർട്ട് ഓഫീസ് ഓഫീസ് കണ്ടോ ഓഫീസ് അല്ല ഓഫീസ് ഇതിന്റെ PDF ഉണ്ടോ ഇത് ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം ക്ലാസ്സിൽ ഇപ്പൊ കാണുന്ന എല്ലാ നോട്ട്സും ഞാൻ വേണമെങ്കിൽ ക്ലാസ്സിൽ ഷെയർ ചെയ്തേക്കാം ഓക്കെ എളുപ്പമായിരുന്നു അപ്പൊ എഴുതി കണ്ടല്ലോ മിസ് ചെയ്യുന്നത് അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ അതുപോലെ നമ്മൾ കുക്കുംബർ എന്ന് പറയില്ലേ കുക്കുംബർ എന്നല്ല ക്യുക്കംബർ എന്നല്ല പറയുന്നത് അതല്ലേ അതൊക്കെയല്ലേ എന്തോ നമ്മള് ശരിക്കും നമ്മള് ശരിക്കും കുക്കുംബർ എന്നല്ല പറയുന്നത് ശരിക്കും അങ്ങനെയല്ലല്ലോ പ്രൊണൗൺസ് ചെയ്യുന്നത് ക്യുക്കംബർ നമ്മൾ അതൊക്കെ പറഞ്ഞ് നമുക്ക് ചിരി വരും അല്ലെ നമ്മൾ അവിടെ കിക്കമ്പോൾ കിക്കമ്പോൾ എന്ന് പറയോ നമ്മൾ കുക്കമ്പോൾ എന്ന് പറയോ കുക്കമ്പോൾ അങ്ങനെയല്ല കേട്ടോ കിക്കമ്പോൾ കിക്കമ്പോൾ ഓക്കെ പറഞ്ഞുതരാം അല്ല ആറൊക്കെ ഇങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത് നമ്മൾ പറയുന്ന പോലെ ആറല്ല പറയണ്ടേ ആറൊന്നുമില്ല ഇംഗ്ലീഷില് ആറൊക്കെ ഇല്ല കേട്ടോ നമ്മുടെ മലയാളത്തിലാണ് ആറ് ഇംഗ്ലീഷിലില്ല അപ്പൊ ഓ എത്തിട്ടോ ശ്രദ്ധിക്കുക ഓ ഒപ്പീനിയൻ ഒപ്പീനിയൻ ഹട്ട് ഓഫീസ് 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 അല്ല മലയാളത്തിൽ നമ്മൾ എഴുതും ഓഫീസ് അങ്ങനെയല്ല ഓഫീസ് ഓഫീസ് എന്നാ പറയുന്നത് ഓഫീസ് നെക്സ്റ്റ് ഓ നമ്മുടെ സി ഇട്ടിട്ട് രണ്ട് ഡോട്ട് ഇടാം അപ്പൊ ഓ കിട്ടും ഓറഞ്ച് ഓറഞ്ച് ഓവർ ഓറഞ്ച് ഓവർ ഓക്കെ ഓവർ ഓവർ അല്ല ഓവർ കുറച്ച് എന്താണ് കുറച്ച് മാത്രമേ ലോങ് ഉള്ളൂ ഓവർ അപ്പൊ ആ ഓ ആണ് വരാം ഓറഞ്ച് ഓവർ ഓക്കെ നെക്സ്റ്റ് ഇ ആണ് നമ്മുടെ സ്മോൾ ലെറ്റർ ഇ അത് എഴുതിയിട്ട് സ്ലാഷ് ഇടാം അത് എ ആണ് എലഫന്റ് പാറ്റ് ഗെറ്റ് എ അല്ലേ പറയാ പേ 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 എ ആണ് പറയാ അല്ലെ പാറ്റ് ഗെറ്റ് എലഫന്റ് 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 കണ്ടോ എ എ എലഫന്റ് പറയുന്നുണ്ട് പാറ്റ് ഗെറ്റ് സെറ്റ് ഓക്കെ ഇങ്ങനെയാണ് പറയാം നെക്സ്റ്റ് നെക്സ്റ്റ് ധാണ് അല്ല ഫാദർ 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 ഓക്കെ ഫാദർ എ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയാം ഫാദർ ഫാദർ മദർ ബ്രദർ അല്ലാതെ ഫാദർ മദർ ബ്രദർ അങ്ങനെയെല്ലാം പറയാം ഫാദർ ഫാദർ കണ്ടോ ഫാദർ മദർ ബ്രദർ ഓപ്പൺ ആവുന്നുണ്ട് മൗത്തോടെ ഓപ്പൺ ആവും മദർ ബ്രദർ ഓക്കെ കിട്ടിയോ കിട്ടുന്നുണ്ടോ ഓക്കെ ആണോ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ചിരി വരുന്നുണ്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല ഇല്ല
നമ്മള് തെറ്റാണ് പറയണേ അതാലോചിച്ചിട്ട് പറയുന്നത് തെറ്റാണെന്ന് ആലോചിച്ചിട്ട് ശരിയാകുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു നോക്കൂ, പറഞ്ഞു പഠിക്കാൻ രക്ഷയില്ല കേട്ടോ, പറയണം, മാക്സിമം പറയാം. അപ്പൊ കേൾക്കുന്നവർക്ക് തമാശയൊക്കെ തോന്നും, പക്ഷെ നമുക്ക് ഇമ്പോർട്ടന്റ് ഈ പ്രൊണൗൺസിയേഷൻ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് ചെയ്യാം, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ആ ഭാഗം സൈലന്റ് ആയിരിക്കണം. ഫാദർ, മദർ, ഞാൻ അണ്ടർലൈൻ ചെയ്ത കണ്ടോ, ആ പോർഷൻ ആണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. ഫാദർ, ഫാദർ കണ്ടോ, ഫാദർ, മദർ, ബ്രദർ, ഈയുടെ അവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യാം. ഫാദർ കണ്ടോ, അങ്ങനെ വരാം. അതുപോലെ തന്നെയാണ് ഗേൾ കണ്ടോ, ഗേൾ, ഗേൾ, ബോയ്, ഗേൾ, ഗേൾ, ഗേൾ. കുറച്ചും കൂടെ നമ്മൾ നേരത്തെ ഫാദർ എന്ന് പറയുന്നേക്കാൾ കുറച്ചും കൂടി നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ് ആ ഒരു ഗേൾ കണ്ടോ, ഗേൾ, ബോയ്, ഗേൾ കണ്ടോ, കുറച്ചുകൂടെ ഓപ്പണായി. ഫാദർ അത്രയും വന്നില്ല. കങ്കാരു നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു ശരിക്കും? എന്തോ കങ്കാരു, കാങ്കരു ആണോ? കാങ്കരു ആണ്, കാങ്കരു, കാങ്കരു, കാങ്കരു. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മുടെ പ്യുവർ വോവൽ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ മാം. പ്യുവർ വോവൽസ് കഴിഞ്ഞിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ക്ലിയർ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക എന്നൊക്കെ മനസ്സിലായല്ലോ? വോവൽസ് എങ്ങനെയാണ്? ഓക്കെ, ക്ലിയർ? ക്ലിയർ എല്ലാവർക്കും? എനി ഡൗട്ട്സ്? നൗ യെസ്, ക്ലിയർ ആണ്. ഓക്കെ, so moving on to the next one is diphthongs. Diphthongs കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു വോവലിൽ നിന്ന് മറ്റൊരു വോവലിലേക്ക് ഗ്ലൈഡ് ചെയ്ത് പോകുന്നതാണ് diphthongs എന്ന് പറയുന്നത്, ഗ്ലൈഡ്സ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മള് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എ കണ്ടോ, ഏഞ്ചൽ, ഏഞ്ചൽ കണ്ടോ, ഏഞ്ചൽ, എയ്റ്റ് എങ്ങനെയാ പറയാ കണ്ടോ, എയ്റ്റ്, എന്നാ പറയാ, മലയാളത്തിൽ ശരിയല്ലേ? പറഞ്ഞു നോക്കൂട്ടോ. ഏഞ്ചൽ, ഏഞ്ചൽ, എയ്റ്റ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓയ് ആണ്. ഓയ്, 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 ഓയ് കണ്ടോ, ഓയ്, ബോയ്, ബോയ്, സോയ്, സോയ്, കോയ് കണ്ടോ, ഓയ്. അപ്പൊ ഡിഫ്തോങ് ഏതാണ്? ഓയ് ആണ്. ഓയ്, നമ്മള് ഓയും ഐയും ആണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഓയും ഈ കണ്ടോ, ഓയും ഈയും കൂടെ ഉണ്ട്, രണ്ടും ഉണ്ട്. രണ്ട് സിമ്പിൾസ് കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴാണ് സൗണ്ട് വരുന്നത്. ഒറ്റയ്ക്കല്ലാട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, ബിയോവേഴ്സിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അത് ഡിഫ്തോങ്സ് ആയിട്ട് വരുന്നത്, അല്ലേ? ഇതൊക്കെ ഇത് എ ആണ് കണ്ടോ, എയും ഈയും കൂടെ വരുമ്പോഴാണ് അല്ലെ എന്നൊരു സൗണ്ട് വരാം. അതുപോലെ തന്നെ ഓയും ഈയും കൂടെ വരുമ്പോഴാണ് ഓയ് എന്ന് വരാം. ഓയ്, ഓയ്, ബോയ്, സോയ് കണ്ടോ. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കിയേ, ഐ കണ്ടോ, ഐ നമ്മുടെ കണ്ണ് പറയില്ല, ഐ കണ്ടോ, ഐ, മൈ, മൈ, ഫൈൻ, ഫൈൻ, മൈ, മൈ കണ്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ പറഞ്ഞു വെക്കോട്ടെ? ക്ലിയർ ആയി നിങ്ങൾക്ക്? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാട്ടോ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പറഞ്ഞു വെക്കോട്ടെ ഞാൻ? ക്ലിയർ? റെസ്പോണ്ട് ചെയ്തില്ല? ഓക്കെ ആണ്. നെക്സ്റ്റ് കണ്ടോ, ഹിയർ, കണ്ടോ, ഹിയർ, ഡിയർ. ശരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെയാ പറയാം. ഇയർ എന്ന് ഒരിക്കലും പറയരുത് കേട്ടോ, ഇയർ. അതുപോലെ ഉച്ചരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ വരെയും കിട്ടി. ഹിയർ, ജിയർ കണ്ടോ, ജിയർ. ഓക്കെ, നെക്സ്റ്റ് കണ്ടോ, AR, ഫെയർ, ഹെയർ. ഓക്കെ, AR, ഫെയർ, ഹെയർ എന്ന് പറയാം. കൂടെ പറയാം. ഓക്കെ, കൂടെ പറയാട്ടോ, എല്ലാവരും കൂടെ പറയണേ. നെക്സ്റ്റ് പൂവാൾ കണ്ടോ, പൂവാൾ. ഇത് ഊ ആണേ, ഊ ആൻഡ് ആണ്, ഈ അല്ലാട്ടോ, സോറി അതിന്റെ മിസ്റ്റേക്ക് ആണ്. അവിടെ ഊ ആണ്, ആ ഊ തന്നെയാ വരാം. ഇത് കറക്റ്റ് ചെയ്ത് അയച്ചതാവേ.
മനസ്സിലായോ ഞാൻ പറഞ്ഞു? ഈ 3 എണ്ണം താഴെ കിടന്നിരിക്കുന്ന 3 എണ്ണം ഈ എന്നാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഊ ആണ്. അതാണ് പൂർ എന്നല്ല പറയാ. ആയും കൂടെ പറഞ്ഞാൽ മാത്രമേ അത് കറക്റ്റ് ആവൂ. അതായത് നമ്മള് പൂറാണ് പൂർ എന്ന് പറഞ്ഞിട്ട് തരാം. ഇത് ഊ ആൻഡ് ആ വരണം. ഓക്കെ, കണ്ടോ? പ്യുവർ കണ്ടോ? അങ്ങനെ വരണം. ഊയും ആയും കൂടെ ഒരുമിച്ച് ഉച്ചരിച്ചിട്ടാൽ മാത്രമേ അത് നമുക്ക് കറക്റ്റ് അത് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ആ ഊ, അത് ഊ ആണേ ഈ അല്ല. അത് ഞാൻ മാറ്റി തരാം. ഔ കണ്ടോ? ബൗൾ വരാം. ഔ പ്രൗഡ് ബൗൾ കണ്ടോ? ഔൾ അങ്ങനെ വരണം. ഔൾ. നെക്സ്റ്റ് എന്നാണ് പറയുന്നത്. നോ എന്നാ പറയാ. നമ്മള് നോ എന്നല്ലേ പറയാ. നോ അല്ല, നോ എന്ന് പറയണം. ഗൗ എന്നാ പറയാ. ഗോയല്ല കേട്ടോ, ഗൗ ആണ്. ഗൗ എന്ന് പറയാം. ഓക്കെ. എക്സ്ക്യൂസ് മീ, ആ സെക്കൻഡ് ലാസ്റ്റ് വണ്ണില് അത് 2 പോലെയാണോ എഴുതിയിരിക്കുന്നത്? ആ ഈ നമ്മുടെ ടൈപ്പിംഗിൽ വരുന്ന എ ഇല്ലേ, ടെക്സ്റ്റ് വൈസിലൊക്കെ വരുന്ന എ ഇല്ലേ, സ്മോൾ ലെറ്റർ എ ഇല്ലേ, ഓർക്കുന്നുണ്ടോ? ആ എ ആണ് കേട്ടോ. ആ അങ്ങോട്ട് എഴുതുക. പക്ഷെ അതിന്റെ താഴെയുള്ളതും അത് തന്നെയാണോ? രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടാണ്. ഓക്കെ, അതൊക്കെ പഠിക്കുമ്പോ മനസ്സിലാവും. കണ്ടോ? ഇവിടെ കണ്ടോ? ഫൈൻ കണ്ടോ? ഫൈൻ എവിടെ ഇരിക്കുന്ന എ കണ്ടോ? ഇവിടെ ഫൈൻ ആ എ ആണ് കേട്ടോ. അതുപോലെ അലൈഡിന്റെ അവിടെ എഴുതി കണ്ടോ? ഈ തിരിച്ചിട്ടത്, അത് രണ്ടാണേ. ഓക്കെ, മനസ്സിലായോ? മാം അവസാനത്തെ ഒന്ന് പറയാമോ? അത് നമ്മൾ ഉച്ചരിക്കുക കറക്റ്റ് ആയിട്ട്. കിട്ടാൻ ബുദ്ധിമുട്ടാണേ. വരണം. എന്നാ പറയാ. ഓക്കെ, നോ എന്നാ പറയാ. നമ്മൾ നോ പറയും, പക്ഷെ എന്നാ പറയാ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളത് എവിടെയെങ്കിലും നമ്മുടെ ഗൂഗിളില് ഈ സാധനം ഈ വേർഡ് അടിച്ചു കൊടുത്തിട്ട് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കേൾക്കാം. അങ്ങനെ കേട്ട് പഠിക്കാം മാക്സിമം. ഇന്നത്തെ ക്ലാസ് കൊണ്ട് എനിക്ക് കോൺടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റൂ എന്നൊന്നും എനിക്ക് അറിയില്ല. മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഏകദേശം ഒരു വേർഡ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കുറച്ചെങ്കിലും മനസ്സിലാകും. ഓക്കെ, എന്തോ മനസ്സിലായില്ലേ? കൃഷ്ണ എന്നൊക്കെ ഉദ്ദേശിച്ചേ മനസ്സിലായോ കേട്ടോ? ടൈപ്പ് ചെയ്തത്. അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ കേട്ട് അതുപോലെ തന്നെ പറയാൻ പഠിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതാണ് ഡിഫ്തോൺസ്. അപ്പൊ ഡിഫ്തോൺസ് വോവൽസ് വരാൻ ക്ലിയർ ആയോ? ഡിഫ്തോൺസ് ആൻഡ് വോവൽസ് രണ്ടും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇതിനും എളുപ്പമാണ് കോൺസണൻസ്. അത് വോവൽസ് ആണ്. വോവൽസിലാണ് നമ്മൾ കൂടുതൽ സൗണ്ട്സ് യൂസ് ചെയ്യേണ്ടത്. നമ്മള് ഓരോ സ്ട്രെസ് വരുത്തിയാണ്. എന്തോ കൃഷ്ണ എന്തുപോലെ പറഞ്ഞോ? ഇവിടെയാണോ? അല്ല, ഓക്കെ. അപ്പൊ വോവൽസിലാണ് നമ്മൾ കൂടുതലും സ്ട്രെസ് ചെയ്യുന്നത്. പക്ഷേ കോൺസണൻസ് എളുപ്പമാണ്. കോൺസണൻസ് സിമ്പിൾ, വെരി സിമ്പിൾ. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നോക്കൂ, നമ്മുടെ പി ഇല്ലേ, പി, അത് തന്നെ. അതിന്റെ കൂടെ സ്ലാഷ് ആണ് പി. നമ്മുടെ എങ്ങനെയാ പറയാം? എന്ന് പറയാം. പാ എന്ന് പറയുന്നത് ഒരിക്കലും പി പായല്ല. കണ്ടോ? ഓക്കെ, ആണ് വരാം. പാൻ. പിന്നെ അപ്പുറം ഒരു ടി ഉണ്ട് കേട്ടോ. പെന്നിന്റെ അവിടെ ടി ഉണ്ട്. അതെന്തായിരിക്കും? നമ്മുടെ വോവൽസിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് ഉച്ചരിക്കാം. ഓക്കെ,
നമ്മുടെ ബി തന്നെയാണ്, സ്മോൾ ലെറ്റർ ബി. ബ് ആണ്, ബ് ബ് ബുക്ക് ബുക്ക്. ബാറ്റ് ബാറ്റ് കണ്ടോ, ബ് 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 അല്ല ബ്, ഇതാണ്. നെക്സ്റ്റ് ടി, നമ്മുടെ സ്മോൾ ലെറ്റർ ടി. ച് ആണ്, ച് ച്. കാറ്റ്, കാറ്റ് പറയില്ലേ, ച് ച്. അങ്ങനെ വിഷയിക്കണം കേട്ടോ. ച്, വാച്ച് ഓവർ വാച്ച് ഓവർ വാച്ച് ഓവർ വാച്ച് ഓവർ. ഓക്കെ, വാച്ച് ഓവർ വാച്ച് ഓവർ വാച്ച് ഓവർ. നമ്മുടെ ടി അവിടെ ഫോക്കസ് ചെയ്യുന്നത്, ടി ഫോക്കസ് ചെയ്യാം. ഗു അങ്ങനെയല്ല, ടി മാത്രം ഫോക്കസ് ചെയ്യാം. വാച്ച് ഓവർ. ടു ആണ്, ടാറ്റ. ഒരിക്കലും നമ്മുടെ മലയാളത്തിൽ ടായല്ല കേട്ടോ, ടായല്ല ഒരിക്കലും ടി. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബെറ്റർ എന്ന് പറഞ്ഞ ബെറ്റർ ബെറ്റർ ചിലാണ് വെച്ച്, നോട്ട് ബെറ്റർ. ബെറ്റർ അല്ല, ബെറ്റർ അല്ല, ബെറ്റർ ബെറ്റർ. ബട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടർ എങ്ങനെയാ പറയാ, ടാനാണോ, ബച്ചർ ബച്ചർ ആണ്, ബച്ചർ നോട്ട് ബെറ്റർ നോട്ട് ബട്ടർ. ഒരിക്കലും ടി ടായല്ല, മലയാളത്തിൽ ടായല്ല എന്ന് മനസ്സിലാക്കുക. പട്ടം, പട്ടം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ടി പറയാൻ പാടില്ല. ച് ആണ്, ച്. കാറ്റ്, കാറ്റ് പറയുന്നത് നമ്മുടെ കാറ്റ്, കാറ്റ് വീശുന്നുണ്ട്, കാറ്റ്. ആ ചാ പറയാം. ഓക്കെ, എങ്ങനെയാണ് ബച്ചർ 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 കണ്ടോ, ബച്ചർ എന്ന് പറയണം, ബച്ചർ ബച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഡി. ഡി നമ്മൾ സ്മോൾ ലെറ്റർ ഡി. ഡ ആണ്, ഡ ഡ ഡ ഡ കണ്ടോ, ഡ. ബെഡ് 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 കണ്ടോ, ഡ അറിയാലോ, ബെഡ് ബെഡ്. അപ്പൊ അവിടെ ബെഡ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ബി ഉണ്ട്, അതും കൂടെ ഉച്ചരിക്കണം, ബെഡ്. ബും പറയണം, ഡും പറയണം അല്ലെ. അപ്പൊ ബെഡ് ബെഡ് എന്ന് പറയണം. നെക്സ്റ്റ് കെ ആണ്, സ്മോൾ ലെറ്റർ കെ. ക് ക് കൈൻഡ് കൈൻഡ്. ക് പറയണം, കൈൻഡ് അല്ല, ക് കൈൻഡ് കൈൻഡ്. ഓക്കെ, കൈൻഡ് എന്നാ പറയാം, കൈൻഡ്. നെക്സ്റ്റ് ജി. ജി സ്മോൾ ലെറ്റർ ജി സ്ലാഷ്. ഗ ആണ്, ഗ ഗ. ഗ്രേറ്റ് ഗ്രേറ്റ് good. Okay, good. Great, great, good, great. Okay. Then F, phone, phone, not far. We can far. Fan, fan. Okay, fan alla, fan, fan, fan. Okay, phone, fan. B. Next B. B ആണ്, B, B, van. വാൻ 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 അല്ല, നമ്മൾ സിമ്പിൾ ആയിട്ട് വാൻ എന്ന് പറയും. വാൻ വാൻ കുറച്ച് അവിടെ ഏത് പുറത്തേട്ട് വരണം, എന്നാലും അത് കിട്ടുള്ളൂ അല്ലെ. വാൻ വാൻ എന്ന് പറയണം. ഓക്കെ, വാൻ. നെക്സ്റ്റ് ആണ്. ഇത് രണ്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്ന് പറയും. നമ്മുടെ നാക്ക് പുറത്തോട്ട് വരണം, എന്ന് പറയുന്നത്. നമ്മൾ താ കണ്ടോ, think 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 എന്നാണ്, think. ഓക്കെ, think. കിട്ടിയോ? think. നമ്മൾ എപ്പോഴും പറയും തിങ്ക് 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 എന്ന് പറയും. തായാണ്, അല്ലെ, അല്ലാണ്ടോ, എന്ന് പറയുമ്പോൾ നമ്മൾ നാക്ക് പുറത്തോട്ട് വരണം. മലയാളം എഴുതി വെച്ചിട്ടുണ്ട് ആണ്, പക്ഷെ നമ്മൾ ഉച്ചരിക്കേണ്ടത് അങ്ങനെയല്ല. ഞാൻ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ മലയാളം എഴുതി വെച്ചതേ ഉള്ളൂ. നമ്മൾ ഉച്ചരിക്കുന്നത് അങ്ങനെയല്ല, ആണ്. Think, think, think എന്നാണ്. ഓക്കെ, got it? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. Yeah, okay. Next, ഇത് അങ്ങനെയല്ല, പാറ്റേൺ 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 പാറ്റേൺ. അതും നാക്ക് കൊടുത്തിട്ട് കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയണം. പാറ്റേൺ പാറ്റേൺ മദർ ബ്രദർ. താഴെയാണ് കേട്ടോ. ഒരിക്കലും പറയും നമ്മുടെ മലയാളത്തിൽ തായില്ല. ഇംഗ്ലീഷിൽ ഒരിക്കലും നമ്മുടെ മലയാളത്തിൽ താഴെ യൂസ് ചെയ്യാം. അത് പ്രൊണൗൺസിയേഷൻ വ്യത്യാസം വരുന്നുണ്ട് താ പറയുമ്പോൾ. പാറ്റോൾ മാറ്റോൾ റാറ്റോൾ. ഓക്കെ, അങ്ങനെ പറയാം. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഡിസ്റ്റർബൻസ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? യെസ് മാം, ക്ലിയർ. അപ്പോ ഓക്കെ. നെക്സ്റ്റ്
കുറച്ച് സ്ട്രെസ് ചെയ്യണം. സൂം കണ്ടോ, സൂം സൂം എന്നാണ് വരാ. ഒരിക്കലും സൂം അല്ല. സിംഗ് പറയുന്ന പോലെ തന്നെ ഇതും പറയരുത്. സൂം. പിസ്സ പിസ്സ മനസ്സിലായോ? പിസ്സ ആണെന്നല്ലോ പറയാം, അങ്ങനെയല്ലല്ലോ. പിസ്സ അവിടെ 2 സെറ്റ് ഉണ്ട്. നല്ലോണം സ്ട്രെസ് ചെയ്യണം. പിസ്സ 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 എന്നാ പറയാം. പിസ്സ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ എം തന്നെയാണ്. മൈ മൈ മൈ. ഓക്കെ, മൈ. നെക്സ്റ്റ് എൻ. നമ്മുടെ സ്മോൾ ലെറ്റർ എൻ ആണ്. സ്മോൾ ലെറ്റർ എൻ. ന് ആണ്. ന് 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 നോ നോ നോ. ഓക്കെ, ന് ആണ്. ന്. നെക്സ്റ്റ് ഒരു എന്നിൽ തന്നെ ഒരു വര എന്നെ കുറച്ച് നീട്ടി എഴുതാം. അത് ആണ്. സോങ് സോങ് കണ്ടോ? ആണ്. സോങ് സോങ്. ഓക്കെ, ലോങ് ലോങ് സോങ്. ഇതൊക്കെയാണ് ആണ്. നെക്സ്റ്റ് എൽ ആണ്. നമ്മുടെ സ്മോൾ ലെറ്റർ എൽ ആണ്. ലവ് 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 പറഞ്ഞ ലവ് love, like, like. Okay. Next നമ്മുടെ small letter R. Small letter R ആണ്. അത് rat, 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 rat. Rat അല്ല. നമ്മുടെ മലയാളത്തിൽ rat അല്ല. Rat, rat. റാ പറയണം. റാ. ഇത് കുറച്ച് നാക്കൊക്കെ അവിടെ ചെന്ന് മുട്ടി റായും റായും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പറയില്ലേ? റാറ്റ്, റാറ്റ്. ഓക്കെ, റാറ്റ്, റാറ്റ്. റാറ്റ് കണ്ടോ? റാ എന്നല്ല, കറക്റ്റ് പറയുന്നില്ല നമ്മള്. റാറ്റ്. ഓക്കെ, റാറ്റ്, റാറ്റ്. ഓക്കെ, നെക്സ്റ്റ് W. നമ്മൾ W/വോ ആണ്. വാച്ച്, 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 വാച്ചർ, വാച്ചർ. പാട്ടല്ല, വാച്ചർ, വാച്ചർ, വാച്ച്, വാച്ച്. കണ്ടോ? വാച്ചർ, വാച്ചർ എന്നാ പറയാം. ശരിക്കും വാട്ടർ അല്ല, വാച്ചർ. ചിരിക്കണ്ട, അങ്ങനെയൊക്കെ തന്നെയാ പറയാ. വാച്ചർ. ഓക്കെ, നമുക്ക് ചിരി വരും. ഞാൻ പറഞ്ഞെങ്കിൽ ചിരി വരും. പക്ഷെ ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. എന്ത് ചെയ്യാനാ? ഞാൻ ചിരിച്ചത് എന്താന്ന് വെച്ചാൽ മക്കളുടെ സ്കൂളിൽ ചെറുപ്പത്തിലെ അവർക്ക് ഒരു ടീച്ചർ പഠിപ്പിച്ചിരുന്നു. ടീച്ചറുടെ ലാംഗ്വേജ് അങ്ങനെയാണ്. പ്ലാന്റ്സ് നീഡ് വാട്ടർ, അങ്ങനെയാണ് പറഞ്ഞത്. അതെങ്ങനെ പഠിച്ച് ഇത് ചെയ്യാനാ? പക്ഷെ ഇങ്ങനെയാണ്. വാച്ചർ, വാച്ചർ. ഓക്കെ, വാച്ചർ. വാട്ടർ വാട്ടർ ബോട്ടിൽ അത് പറയുന്നത്. വാട്ടർ ബോട്ടിൽ. പക്ഷെ അതല്ല, വാച്ചർ വാച്ചർ. ഓക്കെ, അപ്പൊ വാച്ചർ. നെക്സ്റ്റ് H ആണ്. സ്മോൾ H. ആണ്. ഓക്കെ, നെക്സ്റ്റ് J ആണ് കേട്ടോ. J ആണ്. A പറയുന്നത് J ആണ്. ഓക്കെ, അത് മലയാളം തന്നെ. സെയിം മലയാളം മലയാളം തന്നെ നമുക്ക് ചോദിക്കാവുന്നത്. നെക്സ്റ്റ് ഷോ. അതെ, എസ് ഇങ്ങനെ നീട്ടി വരുന്നതാണേ. എസ് ഇങ്ങനെ നീട്ടി വരുന്നതാണ് കേട്ടോ. വെറും എസ് അല്ല, എസ് ഇങ്ങനെ കുറച്ച് നീട്ടി വരും. അതാണ് ഷോ ആണ്. ഷാഡോ, ഷാഡോ. ഓക്കെ, ഷാഡോ. നെക്സ്റ്റ് ഒരു 3 നമ്മുടെ 3 എഴുതി. കണ്ടോ? ആ പറയുന്നിടത്താണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അതാണ്. നെക്സ്റ്റ് ടി എഴുതിയിട്ട് ആ നീട്ടിയ ഒരു എസ് അത് എഴുതാം. ചാർജ്, ചർച്ച് ആണ്. ചർച്ച് അല്ല, ചാർജ്, ചാർജ്. ചെയർ, ചെയർ, ചെയർ. ചെയർ അല്ല, ചെയർ, ചെയർ. ഓക്കെ, ചാർജ്, ചെയർ. ഓക്കെ, ചോക്ക്, ചോക്ക്, ചോക്ക്. ചോക്കല്ല, ചോക്ക്. ചൂ വരണം. നെക്സ്റ്റ് ഡി എഴുതിട്ട് 3 പോലെ. ജു ആണ്. ജഡ്ജ്, ജഡ്ജ്. സിമ്പിൾ ആണ്. ജഡ്ജ്, ജോക്ക്, ജോക്ക്. നോട്ട്സ് ജോക്ക്. ഒരിക്കലും ജോയ് എന്ന് പറയുന്നത്. നമ്മൾ ജോയ് എന്നാണ് മലയാളത്തിൽ പഠിച്ചിരിക്കുന്നത്. ജോയ് അല്ല, ജു ആണത്. ജോക്ക്, ജഡ്ജ്. ഓക്കെ, അപ്പൊ വൊവൽസ് കോൺസണൻസ് മനസ്സിലായോ? ഒരുപാട് സൗണ്ട് എടുത്തു. നല്ല സ്ട്രെസ് ആക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ക്ലിയർ ആണ്.
മിക്കവാറും സൗണ്ട് കുറഞ്ഞ നല്ലോണം സൗണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അപ്പൊ ഇതാണ് ശരിക്കും പറയുന്നത് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ 44 സിംബൽസ് ഇപ്പൊ നമ്മൾ പഠിച്ചു, പ്രൊണൗൺസ് ചെയ്തു. കഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്തു. നിങ്ങൾ ചെയ്തില്ല, ഞാൻ ചെയ്തു. നിങ്ങളത് ചെയ്തോ? കുറച്ച് പേർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇവിടെ ചെയ്യണ്ടായിരുന്നു. ചെയ്തു, വെരി ഗുഡ്. എങ്ങനെയുണ്ട് ചെയ്തിട്ട്? ഓക്കെ ആണോ? അല്ല, ഇത്ര നാളും കുറെ തെറ്റ് പറഞ്ഞിരുന്നു, ഇപ്പോഴും മനസ്സിലായത്. നമ്മുടെ കറക്റ്റ് ആയിട്ടത് പഠിച്ച എല്ലാം കിട്ടും കേട്ടോ. ഇതിങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആണ്. ഓരോ വേർഡ് നമ്മൾ അതിനനുസരിച്ച് മാത്രമേ പ്രൊണൗൺസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതെല്ലാം ഷോർട്ട് വോവൽസ് ആണ് കേട്ടോ. ഷോർട്ട് വോവൽസ് ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് വോവൽസ് ആണ് ഇതെല്ലാം. ക്വിറ്റ്, പാറ്റ്, പാറ്റ്, പോട്ട്, ലാക്ക്, ഗുഡ്, എഗോ കേട്ടോ. എഗോ ഇത് ഷോർട്ട് വോവൽസ്. നെക്സ്റ്റ് ലോങ് വോവൽസ്. മീറ്റ്, കാർ, ഡോർ, girl, two, long vowels. Diphthongs. Day, date, card, ball, beer, beard, tour, cow, cow. Okay, next consonants. Consonants നമ്മൾ പഠിച്ചു. ഇപ്പൊ മനസ്സിലായി, ശരിയാണ്. ഇപ്പോഴാണ് മനസ്സിലായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത് തെറ്റാണ്. ഇതാണ് ഫോണറ്റിക്സ്. ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും കോൺടെക്സ്റ്റിൽ പഠിക്കേണ്ടത്. ഇത് ശരിക്കും എഴുതി പഠിക്കണം. കാരണം നോക്കി ഇവിടെ കണ്ടോ, ട്രാൻസ്ലേറ്റ് കണ്ടോ, ട്രാൻസ്ക്രിപ്ഷൻ കണ്ടോ, പെൻ. പെന്നിന് എങ്ങനെ എഴുതിക്കണം? പെന്നിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, സെയിം ആയിട്ട് നമ്മൾ പെൻ എഴുതാം. പക്ഷെ ബാഡ് നോക്കിയേ, നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എഴുതണം. ബാഡ്, ബാഡ് കണ്ടോ, ബാഡ്. ടീ, ടീ, ടീ കണ്ടോ, ടീ. ടു ആൻഡ് ഇ വരുന്നുണ്ട് അല്ലേ, ടീ. അതിനപ്പുറം എഴുതുന്നത് ടീ. നെക്സ്റ്റ് ഡിഡ്, ഡിഡ്, ഡിഡ് ആണ്, ഡീഡ് അല്ല, ഡിഡ്, ഡിഡ് കണ്ടോ. ഡു, ഐ, ഡു. നമ്മുടെ കോൺടെക്സ്റ്റിലാണ് നോക്കേണ്ടത്. കോൺടെക്സ്റ്റ് ആ സ്ലാഷ് ഒക്കെ വരുന്ന ഭാഗം ട്രാൻസ്ക്രിപ്ഷൻ ആണ്, കോൺടെക്സ്റ്റിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതിലാണ് മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് അവിടെ, ഏത് വോവലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. വെറുതെ ഞാനിത് കാണിച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിച്ചേ ഉള്ളൂ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലോ ഇപ്പൊ എങ്ങനെയാണ് ഒരു പ്രൊനൗൺസിയേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടോ? ER and ER സെയിം ആണ്, പക്ഷെ തെറ്റാണ്. ER ക്ലിയർ ആണോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ക്ലാസ്സിൽ കാണിച്ച എല്ലാ നോട്ട്സും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത് കോൺടെക്സ്റ്റിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതെങ്ങനെ എഴുതാണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ വൊവൽസും കോൺസണൻസും കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് എഴുതുന്നതൊക്കെ എല്ലാവരും മനസ്സിലാവുന്നുണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ് മാറ്റിയിരിക്കുന്നത്, എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നില്ലേ? അല്ലെ? ഇത് കാണുമ്പോ മനസ്സിലാവുന്നുണ്ടല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് മാം, നമ്മള് സ്വാൻ എന്ന് പറയുന്നത് സ്വാൻ എന്നാണോ പറയുന്നത്, അതോ ശരിക്കും പ്രൊണൗൺസിയേഷൻ സ്വാൻ എന്നാണോ? എന്താണ് ഇംഗ്ലീഷ്? നമ്മുടെ അരയന്നമില്ലേ, മനസ്സിലാവും. അതിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാ? സ്വാൻ എന്നാണോ? സ്വാൻ അല്ല. ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളം അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നോണ്ടാണ്. അത് ശരിക്കും സ്വാൻ അല്ല, സ്വാൻ അങ്ങനെ എന്നാ വരാ. അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ ഒരുപാട് വേർഡ് ഡൗട്ട് വരുന്നില്ലേ? ഒരുപാട് എന്നോട് ചോദിക്കുന്നുണ്ട് അല്ലെ, ഡൗട്ട് വരുന്നുണ്ട്. ഈ ഡൗട്ട് വരുന്ന വേർഡ് ഇല്ല, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് കേട്ട് നോക്കൂട്ടോ. നിങ്ങൾ പറയുന്നതും അവർ പറയുന്നത് രണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർ പറയുന്നത് എങ്ങനെയാണോ അത് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പിന്നെ ഒരിക്കലും ആ മിസ്റ്റേക്ക് വരുത്തരുത്. കറക്റ്റ് ആ മോഡുലേഷൻ തന്നെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാനത് പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അത് പ്രൊനൗൺസ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ പഠിക്കുക, മാക്സിമം നിങ്ങൾ തന്നെ പഠിക്കുക. അതാണ് ഇംഗ്ലീഷിന്റെ നമ്മൾ മലയാളം വെച്ച് വരുമ്പോൾ ഉള്ള ഇംഗ്ലീഷും കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്ന ഇംഗ്ലീഷും രണ്ടാണ്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയും അതെ. പക്ഷെ നമ്മൾ എന്താണ് അങ്ങനെ കറക്റ്റ് ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരു ആൾക്കാരെ കളിയാക്കോ ആരെങ്കിലും കളിയാക്കോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊന്നും ഇണ്ടാകുന്നത്. ശരിയല്ലേ? നമുക്ക് ആ ഒരു കളിയാക്കോ ഒരു പേടിയില്ല, എല്ലാവർക്കും ഉണ്ടാകും പേടി.
ഞാൻ എങ്ങാനും മര്യാദ പറഞ്ഞു കഴിഞ്ഞാല് കളിയാക്കോ ഒന്നും പേടിയുണ്ട്. ആക്ച്വലി ആർ സൈലന്റ്. ചില സ്ഥലങ്ങളിൽ ആർ സൈലന്റ് ആണ്. ബെറ്റർ കണ്ടോ, ഡ്രൈവർ ഡ്രൈവർ അല്ല, ഡ്രൈവർ എന്നാ പറയരുത്, ഡ്രൈവർ. ഓക്കെ, ഡ്രൈവർ. നേരത്തെ പറഞ്ഞത് ബെറ്റർ. ആര് ബെറ്റർ എന്ന് പറയുന്നില്ല അവിടെ, ആര് പറയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആര് ഒരിക്കലും പറയുന്നില്ല ബെറ്റർ. ഷീസ് ബെറ്റർ ദാൻ ഹിം. കണ്ടോ, ബെറ്റർ മാത്രം കേൾക്കുള്ളൂ. ആരവിടെ സൈലന്റ് ആണ്. പക്ഷെ നമ്മൾ ആര് പറയുന്നുണ്ട്, ആര് പറയുന്നത് കുറച്ചു ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയാ ബെറ്റർ. മദർ കണ്ടോ, ആര് വരുന്നുണ്ട്, ടീച്ചർ എന്ന് പറയുന്നുണ്ടോ, ടീച്ചർ കണ്ടോ, വ്യത്യാസം കണ്ടോ? അത് പ്രൊണൗൺസ് ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താല് ക്ലിയർ ആയിരിക്കും. മാം പിന്നെ ഉണ്ടല്ലോ ഈ സ്കൂൾ എന്ന് പറയൂലേ, സ്കൂൾ എന്ന് പറയുമ്പോ ഓ നമ്മൾ ഇത്തിരി പ്രസ് ചെയ്ത് പറയണ്ടേ, സ്കൂൾ ആക്ച്വലി പിന്നെ അതുപോലെ തന്നെ സ്റ്റഡിയും സ്റ്റഡിയും വ്യത്യാസമുണ്ട്. പക്ഷെ സ്റ്റഡിക്ക് പലരും പ്രൊണൗൺസ് ചെയ്യാ സ്റ്റഡി. വി സ്റ്റഡി ഇൻ ദിസ് അങ്ങനെ പറയാ, സ്റ്റഡി എന്നാ പറയാ. സ്റ്റഡിയും സ്റ്റഡി ആക്ച്വലി എന്റെ മക്കള് വരെ ചെറുപ്പത്തിൽ അങ്ങനെ അവരുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഇൻഫ്ലുവൻസില് സ്റ്റഡി എന്ന് പറയുന്നതിന് പകരം സ്റ്റഡി ആയിട്ടാണ് അവർ പറയാറ്. സ്കൂൾ ഇപ്പോഴും എല്ലാവരും അങ്ങനെ പറയാം. സ്കൂൾ ഞാൻ പറഞ്ഞു എങ്ങനെയാ പറയാ, സ്കൂൾ എന്ന് പറയണം. കണ്ടോ, സ്കൂൾ നോട്ട് സ്കൂൾ. ഓക്കെ, സ്കൂൾ കോൺസണന്റും വൊവൽസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു വേർഡ് വരാം. അത് രണ്ടും മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ പ്രൊണൗൺസ് ചെയ്യാൻ. സ്കൂൾ കെ ആണ്. CH എന്ന് പറയുന്നത് ക് ആണ്. നമ്മൾ നേരത്തെ മൊബൈലിൽ പഠിച്ച കെ കോൺസെൻട്രേറ്റ് പഠിച്ച കെ ഇല്ലേ, അതാ പറയാ ഓക്കെ. സ്കൂൾ എന്നാ പറയാ. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ, അല്ലേ? പിന്നെ ഒരു കാര്യം, ഈ ABCD എന്തോ പറയൂ. നമ്മൾ പറയുന്ന ABCD അങ്ങനെയല്ലല്ലോ, അതിനൊക്കെ ഒരു സൗണ്ടുകളില്ലേ? ശരി, ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ. നമ്മൾ പറയും, നമ്മളിപ്പോ ABCD ABCD എന്നല്ല പറഞ്ഞ, ശരിക്കും അതിന് ഓരോ സൗണ്ടുകളില്ലേ? തെറ്റാണ്. എന്നൊക്കെ പറഞ്ഞ അതെ, തെറ്റാണ്. ABCD എന്നല്ല പറയാ, അങ്ങനെ പറയാം. എന്ന് പറയും. ബി അല്ല പറയുന്നത്, പി പറയാം, പക്ഷേ പറയാം. സി അത് വ്യത്യാസമുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും ആ ഒരു രീതിയിൽ വരില്ല. കണ്ടോ, വ്യത്യാസമുണ്ട്. നിങ്ങളത് നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിലെ അതില് ബിഗിനേഴ്സ് മക്കളെ പഠിപ്പിക്കില്ലേ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കില്ലേ, ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴേ മോന് പറഞ്ഞു കൊടുക്കുമ്പോ LKG പറഞ്ഞു കൊടുക്കുമ്പോ അവര് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ വോയിസ് ഇട്ട് തരും. അല്ലാണ്ട് നമ്മൾ ABCD അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പോഴാണ് A B അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് ഇപ്പൊ ഓരോ അക്ഷരങ്ങൾ പഠിപ്പിച്ച് കൊടുക്കണത്. സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യും. അത് നമ്മൾ പ്രാക്ടീസ് പഠിച്ചതിന് ശേഷം അവരെ പഠിപ്പിക്കാട്ടോ. ഇപ്പോ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ കൂടുതൽ അറിയാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. മാക്സിമം നിങ്ങൾ സെർച്ച് ചെയ്യാട്ടോ. യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. എവിടെ ചെന്നാലും നിങ്ങൾക്ക് അതിന്റെ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫോണിക്സ് ആണെങ്കിലും ആൽഫബറ്റ്സ് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെങ്കിലും എല്ലാ വേർഡ്സും പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാക്സിമം നിങ്ങൾ സ്വയം പഠിക്കുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട്. പിന്നെ ഈ ടീച്ചർ എന്ന് പറയുന്നത് നമ്മള് ടീച്ചർ ആരും നമ്മൾ സ്ട്രെസ് ചെയ്യുന്നില്ലല്ലോ. ടീച്ചർ അങ്ങനെയല്ലേ പറയേണ്ടത് ശരിക്കും? പിന്നെ നമ്മൾ പറയുന്നത് ശരിക്കും ലാസ്റ്റ് വേർഡും സ്ട്രെസ് ചെയ്യും. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലേ, അതോ അമേരിക്കൻ ഇംഗ്ലീഷോ? അങ്ങനെ അതിലും വ്യത്യാസമുണ്ട്. നമ്മൾ ബ്രിട്ടീഷും അമേരിക്കനും യൂസ് ചെയ്യാറുണ്ട്, രണ്ട് ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതില് പറയുന്നത് ചില വേർഡ്സ് നമ്മള് ആറ് സ്ട്രെസ് ചെയ്യും, അവര് സ്ട്രെസ് ചെയ്യില്ല. ഇങ്ങനെ ലാസ്റ്റ് വരുന്ന വേർഡ് നമ്മൾ സ്ട്രെസ് ചെയ്യാൻ പാടില്ലല്ലോ. അതുപോലെ പിന്നെ ലീഷ അതുവരെ അല്ലേ പറയുള്ളൂ, ആറ് സ്ട്രെസ് ചെയ്യില്ലല്ലോ, അങ്ങനല്ലേ? എല്ലാത്തിലും ആറ് സ്ട്രെസ്സിങ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നോക്കി ക്ലവറില് 6
കുറച്ച് ചെറുതായിട്ടെങ്കിലും വരുന്നുണ്ട്. ആ ട്രാൻസ്ക്രിപ്ഷൻ നോക്കിയാൽ അറിയാൻ പറ്റും 6 വരുന്നുണ്ടോ ഇല്ലയോ. ടീച്ചറിൽ 6 വരുന്നുണ്ടോ? ഇവിടെ വന്നിട്ടില്ല, നമ്മൾ സ്ട്രെസ് ചെയ്യുന്നില്ല. അത് കണ്ടോ, ടീച്ചർ എന്നേ വരുന്നുള്ളൂ. അതുപോലെ പാർട്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ, പാർട്ട്. പക്ഷെ ട്രാൻസ്ക്രിപ്ഷനിൽ ഇവിടെ 6 വരുന്നുണ്ടോ? ഇല്ല. പാർട്ട് കണ്ടോ, പാർട്ടിനെ വരുന്നുള്ളൂ, 6 ഇവിടെ ഇല്ല. സ്പെല്ലിംഗ് രണ്ടെങ്കിലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് സ്പെല്ലിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജില് സ്പെല്ലിംഗിന് ഇമ്പോർട്ടൻസ് ഇല്ല, മനസ്സിലാക്കൂ. അത് കണ്ടോ, വേർഡിൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മൾ പ്രൊണൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്. ഇപ്പോഴും ട്രാൻസ്ക്രിപ്ഷനിലാണ് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫോണറ്റിക്സ് ആണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. സോ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് കണ്ട് പ്രൊണൗൺസ് ചെയ്യുന്നത് തെറ്റാണ്. ചെയ്യേണ്ടത് ഫോണറ്റിക്സിലെ ട്രാൻസ്ക്രിപ്ഷൻ നോക്കി പ്രൊണൗൺസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടും. മനസ്സിലായോ? മെത്തേഡ് നോക്കിയേ, മെത്തേഡ് കണ്ടോ, മെത്തേഡ് വ്യത്യാസമുണ്ട്. മാക്സിമം പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കേട്ടിരുന്നാൽ മാത്രം പോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു മോട്ടിവേഷൻ വരുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഫോണറ്റിക്സ് ക്ലാസ്? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് മീൻസ് എന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ബോറടിച്ചോ? ഞങ്ങളുടെ MT4 കൂടെ വേറെ ബാച്ച് ഉണ്ടോ? കാണാത്ത കുറെ പേരുണ്ട് ഇതിലേ. നിങ്ങൾ കുറെ ബാച്ചിന് MT1 തുടങ്ങിയിട്ട് 1 2 3 4 ഇതിലിപ്പോ ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ക്ലാസ്? എനിക്ക് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ. നല്ലതാണോ? ഞാൻ ക്വസ്റ്റ്യൻ വിളിച്ചത്. മിസ് നല്ലതായിരുന്നു മാം. മാം ഞങ്ങൾക്ക് ഇനി എത്ര ഇംഗ്ലീഷ് ക്ലാസ് കൂടി ഉണ്ടാവും ഇതിന്റെ ഫോണറ്റിക്സ്? അറിയില്ല, ജോബ്സ് ആയിരുന്നില്ലേ ക്ലാസ്? ആ ഇംഗ്ലീഷ് ക്ലാസ് ആണോ അല്ലെങ്കിൽ ഫോണറ്റിക്സ് ആണോ ഉദ്ദേശിച്ചത്? ഫോണറ്റിക്സ് ഇന്നും കൂടി ഇവിടെ കഴിഞ്ഞു. ഓൺലി 1 ക്ലാസ്? ഒരു ക്ലാസ്സും കൂടി കിട്ടിയേക്കൊള്ളായിരുന്നു. ആണോ? നോക്കൂ, മാമിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം മാം, ഞങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജിഷ മാമിന്റെ കോൺടാക്ട് തന്നിട്ടോ. എക്സാമിന് എങ്ങനെയായിരിക്കും ചോദിക്കണേ? അതും കൂടെ ഒന്ന് പറഞ്ഞുതരോ? എക്സാമിന് ഇങ്ങനെയായിരിക്കും. ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും ഇതിന്റെ അകത്ത്? ഫോണറ്റിക്സ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ലല്ലോ. എക്സാമിന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മാം ഫോണറ്റിക്സിന് എക്സാം ഇല്ല മാം, നമുക്ക് എക്സാം ഇല്ല. ശരിക്കും ഇത് പ്രാക്ടിക്കൽ സെക്ഷൻ അല്ലേ? ചിലപ്പോ വൈവിക്ക് എപ്പോഴെങ്കിലും ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, അറിയില്ല. ഇത് ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഇത് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം. ഭാവിയിൽ ടീച്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യേണ്ടി വരില്ല. അപ്പൊ ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ക്ലാസ് നമുക്ക് തന്നതാണ്. ശരിക്കും ഇംഗ്ലീഷ് ക്ലാസ് ജോബ് സാറിന്റെ ക്ലാസ് ആണ് ശരിക്കുള്ള ക്ലാസ്. മിസ് വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അതാണോ ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് ഫോണറ്റിക്സ് എന്താണെന്ന് അറിയണ്ടേ? വെറുതെ ഇംഗ്ലീഷ് പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? അത് പ്രൊനൗൺസ് ചെയ്യണ്ടേ? അതാണ് കാര്യം. പ്രൊനൗൺസിയേഷൻ ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഫോണറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവൂ. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും പഠിച്ചുകൊണ്ടിരുന്നതും തെറ്റാണെന്ന്? ഇത്രയേ ഉള്ളൂ. അത് മനസ്സിലായെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ മാം ആക്ച്വലി നമുക്കിപ്പോ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. അത് എടുത്ത് പറയാൻ, ക്ലാസ് ഞങ്ങൾക്ക് നമ്മൾ സംസാരിച്ചിരുന്നത് പലതും തെറ്റാണെന്ന് ഇപ്പൊ കുറെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വേർഡ്സ് എല്ലാവരും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചെയ്യാം, നല്ലതാണ്, പറഞ്ഞത് നല്ലതാണ്. പക്ഷെ നമുക്കിത് ചിലപ്പോ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്ന ഏത് രീതിയിലാണെന്ന് അറിയാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ എന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കുന്നത് എങ്ങനെയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ നേരിട്ടാണെങ്കിൽ ഓക്കെ നിങ്ങൾ ഉച്ചരിക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ, അങ്ങനെയാണ് കേട്ടോ, എനിക്ക് ഇവിടുന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ വോയിസ് മാത്രം ആകുമ്പോ അറിയില്ല എങ്ങനെ വരുമെന്നോ പോസിബിൾ ആകുമോ ഒന്നും എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. അത് മാത്രമല്ല ശരിക്കും എഴുതി പഠിക്കേണ്ടതാണ്. കറക്റ്റ് ആയിട്ട് എഴുതി പഠിച്ച് ഞാൻ പറയും ഇങ്ങനെയല്ല എഴുതേണ്ടത്, അത് ഇങ്ങനെയാണ് എന്ന് എഴുതി പഠിക്കേണ്ടതും കൂടിയാണ്. ഓരോ ലെറ്റേഴ്സ്, മനസ്സിലായോ? അതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഫോണറ്റിക്സ് പറയുകയാണെങ്കിൽ ഓൺലൈൻ അത്ര പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ബേസിക് ആണ്, ബിഗിനേഴ്സ് ആയതുകൊണ്ട് ബേസിക് ആയിട്ടൊന്ന് എന്താണ് ഫോണറ്റിക്സ് എന്ന് മാത്രം ഒരു ഐഡിയ നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു.
ഒരു ഐഡിയ ഞങ്ങൾക്ക് തന്നു. ആധികാരികമായി പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട്, ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ക്ലാസ് കൊണ്ടൊന്നും തിരിയില്ല. ഓക്കെ, ഇതൊന്നും പഠിച്ചെടുക്കുന്ന പറയുന്നത് ഒട്ടും ഒരു ക്ലാസ് കൊണ്ട് മതിയാകില്ല. സത്യമാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അത് ഓരോരുത്തരെ കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ അത് കറക്റ്റാവൂ. പക്ഷെ അത് എത്ര ക്ലാസ് പോകുന്നു അറിയിച്ചു നിങ്ങൾ? ഒരുപാട് ക്ലാസ് പോയില്ലേ? നമുക്ക് നോട്ട്സ് ഒന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റി. ഇനി കുറെ നിങ്ങൾ റെഫർ ചെയ്യും, മാക്സിമം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടാവും. റെഫർ ചെയ്യും. ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ എങ്ങനെ എഴുതുകയെന്ന് കാണാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനൊക്കെ പറ്റും. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്തു നോക്കാം. ഇപ്പൊ ഏകദേശം വേർഡ്സ് ആയിട്ട് നമുക്ക് ഒരു പരിചയമായില്ല. സിമ്പിൾസ് ഇങ്ങനെയൊക്കെ സിമ്പിൾസ് ഉണ്ട് എന്ന് ഒരു ജസ്റ്റ് ഒരു പരിചയം പോലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കുറച്ചൊക്കെ. അപ്പൊ ബാക്കി നിങ്ങൾ എഫോർട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കോട്ടെ, പഠിക്കാൻ പറ്റും. ഓഫ്ലൈൻ അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം കുറെ പഠിക്കാൻ പറ്റും. മാക്സിമം അങ്ങനെ ഒന്ന് നോക്കണേ എല്ലാവരും. ഓക്കെ, ഇന്ന് തന്നെ നോക്കാം. കാരണം രണ്ടൊന്നും കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ടച്ച് അങ്ങോട്ട് പോകും. ഇന്ന് തന്നെ മാക്സിമം എഫോർട്ട് എടുത്ത് കുറച്ച് നേരം ഇതിന് ടൈം വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ മാം, നമ്മളെ സ്കൂളില് ഞാനിവിടെ സ്കൂളിൽ പോയിരുന്നപ്പോഴേ അവിടെ മിസ് കുട്ടികളെ SH എന്ന് പറയുമ്പോഴാണ് ഷ് എന്ന് പഠിപ്പിച്ചിരുന്നു. പ്രൊനൗൺസിയേഷനിൽ ഷ് വരുന്ന വേർഡ് SH, TH വരുമ്പോ ത് അങ്ങനെയാ പറഞ്ഞിരുന്നത്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പഠിപ്പിക്കില്ലേ, വാക്കുകൾ വായിക്കാൻ പഠിപ്പിക്കുമല്ലോ. അപ്പൊ SH പറയുമ്പോ ഷ്, അപ്പൊ ഷിപ്പ് എന്ന് പറയുമ്പോ SH ഷിപ്പ് അങ്ങനെയാണ് അവർ പഠിപ്പിച്ചിരുന്നത്. TH വരുമ്പോ ത്. അപ്പൊ നമ്മുടെ ഇതില് ത് എന്ന് എഴുതിയിരിക്കുന്നതിന് ലെറ്റർ വ്യത്യാസം ഉണ്ടല്ലോ. അല്ല, അവര് സൗണ്ട് അപ്പൊ നമ്മൾ പ്രൊനൗൺസിയേഷനിൽ വരുമ്പോ മാറ്റം വരുമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, സ്പെല്ലിംഗ് വൈസ് എല്ലാം നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം. അവര് കുട്ടികളെ നമുക്ക് ബോർഡിൽ കാണിച്ചു കൊടുക്കുമ്പോ SH എഴുതിയിട്ട് ഇത് SH വേർഡ് ആണ് ഷ് അങ്ങനെയാ പറഞ്ഞിരുന്നത്. ഷിന്റെ വേർഡ് SH എന്നങ്ങനെ. ത് എന്ന് പറയുമ്പോ TH അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നിങ്ങൾ SH പറയാം, പക്ഷെ എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. ഷു ആണെങ്കിൽ ആ കറക്റ്റ് ഷു അതൊന്ന് പറഞ്ഞു കൊടുക്കുക. അതെങ്ങനെയാണ് അത് പറയേണ്ടത്. വെറും ഷു അല്ല, ഷു എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എസ് ആണെങ്കിലും അത് സായാണ് എന്ന് പറയരുത്. അതുപോലെ എക്സ് എന്ന് പറയുമ്പോ അങ്ങനെയാണ് എക്സിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമല്ലോ നമ്മൾ. എക്സ് അപ്പൊ കൂടിയിട്ടാണ് നമ്മള് എന്ന് പറയുമ്പോ കൂടിയിട്ടാണ് എക്സിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. സ് അല്ല, കൂടി ആഡ് ചെയ്ത് വരുമ്പോഴാണെന്ന് പറഞ്ഞിരുന്നത് പോലെ എക്സ് വരുമ്പോ. അപ്പൊ അങ്ങനത്തെ വേർഡ്സ് വരില്ല. അതുപോലെ കെയും സിയും സെയിം പ്രൊനൗൺസിയേഷൻ അല്ലേ വരുന്നത്, അങ്ങനെ വരുന്നത്. അത് അങ്ങനത്തെ 2-3 നമുക്ക് ഇതില് ഞാൻ കണ്ടില്ല. അതുപോലെ W വരുമ്പോ വ ആണോ നമ്മള് അപ്പൊ വ് അല്ലേ? ഓക്കെ മാം, താങ്ക് യു. ഇതേപോലെ നമുക്ക് ഡൗട്ട് വരില്ല. കാരണം നമ്മൾ മലയാളം പിന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവരും മലയാളം പഠിച്ച മക്കളല്ലേ. അപ്പൊ നമ്മൾ മലയാളം വെച്ച് കണക്ട് ചെയ്യാനേ മാക്സിമം നോക്കും. കാരണം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിട്ട് അല്ലെ. കുഞ്ഞു മക്കളെ നമ്മൾ അങ്ങനെ പറയുള്ളൂ, മലയാളം വെച്ച് കണക്ട് ചെയ്യുക. അവർക്ക് അറിയാവുന്ന ലാംഗ്വേജ് മലയാളമാണല്ലോ. അപ്പൊ അത് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിക്കുകയുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നമുക്കിത് കോണ്ടെക്സ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ അത് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ, അവർക്ക് എങ്ങനെയെങ്കിലും വേർഡ്സ് ലെറ്റേഴ്സ് ഒന്ന് മനസ്സിലാക്കി എടുക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ പറയാം. സോ മാക്സിമം ആ രീതിയിൽ പറയാം. മലയാളത്തില് നിങ്ങൾക്ക് എളുപ്പം പറയുകയും ചെയ്യാം. അവർക്കത് ക്യാച്ച് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ കൊണ്ട് പറഞ്ഞു കൊടുത്താൽ അവരുടെ ബ്രെയിനിൽ ഉണ്ടാകും. ഓക്കെ, അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടെ ആ രീതിയിൽ ഒന്ന് പഠിപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ? ആ രീതിയിൽ നിങ്ങൾക്ക് ആദ്യം ടീച്ചേഴ്സിനൊരു ധാരണ വേണം. ശരിക്കും ABCD പറയുന്നത് ഇങ്ങനെയല്ല, ശരിക്കും ഇങ്ങനെയാണ്. അപ്പൊ മക്കൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? നമ്മൾ നോർമലി മലയാളം പറയുന്ന പോലെ പറയുകയും വേണം, എന്നാലോ അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അവരുടെ എത്തേം വേണം. അപ്പൊ ആ രീതി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ക്യാച്ചിങ് ആയിട്ട് അവർക്ക് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കുറെയൊക്കെ
ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്തൊക്കെ പോവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പൊ ക്ലാസ് ഓക്കെ ആയിരുന്നല്ലോ? ബോറടിച്ചോ? കുറെ പേർക്ക് ലീവായി പോയി, അറിയില്ല, ബോറിംഗ് ആയിരുന്നോ? വെരി ഇൻഫോർമേറ്റീവ് മാം, താങ്ക് യു സോ മച്ച്. ആണ്. ഓക്കെ, യാ, താങ്ക് യു മാം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, എന്തെങ്കിലും Thank you, ma'am. ജിഷാമിസിനോട് പറയാം, എന്താണെങ്കിലും ജിഷാമിസിനോട് പറയാം. ഓക്കെ, താങ്ക് യു മാം. അതെന്നെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. Yeah, thank you. Bye. Okay, bye. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.